Good evening. Good evening, ma'am. Good evening, miss. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Okay, we Good evening, ma'am. start. Yeah, yes, good evening. എനിക്ക് തോന്നുന്നു പകല് കാണാത്ത കുറെ പേര് ഇന്ന് ഈ സമയത്തുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കംഫർട്ടബിൾ ടൈം ആണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും. ഓക്കെ. അയ്യോ മാം, എനിക്ക് പറ്റില്ല കേട്ടോ. കുഞ്ഞു കുട്ടികളാണ്. അല്ല, ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ. മാം അങ്ങനെ പറഞ്ഞാറുണ്ടോ? ഞാൻ രാവിലെ എപ്പോഴും കാണുന്നതാ. അല്ല, അതിനേക്കാൾ കൂടുതൽ ഒരു പേര് വന്നിട്ടുണ്ട്. അത് നേരം മാം, നമുക്ക് ആകെ 26 അല്ലെങ്കിൽ 25 ഉണ്ടാവാറുള്ളൂ. ഇന്നിപ്പോ 32 ഉണ്ട്. 40 കാണുന്നുണ്ട്. 40 മീൻസ് ഇൻക്ലൂഡിങ് മീ ഓൾസോ 40. പിന്നെ വളരെ ഹാപ്പി ആയിട്ട് വീഡിയോ ഒക്കെ വെച്ച് ഷിൻഡോ ഇരിക്കുന്നുണ്ട്. ഷിൻഡോ എന്ന് തന്നെയാണോ പേര് വരണേന്ന് എനിക്കറിയില്ല. കണ്ട പേര് ഷിൻഡോ തന്നെയാണ്. ഓക്കെ. പകല് കയറാറുണ്ടോ? ഇല്ല, കയറാറില്ല. എനിക്ക് തോന്നി ആ ഒരു ക്യൂരിയോസിറ്റി, ഇങ്ങനെ ഭയങ്കര സന്തോഷം ഒക്കെ കാണാം. ഓക്കെ, ഫൈൻ. സോ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല. മീൻസ് ഇനി അതായത് എക്സാമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സെഷൻ കഴിയുമ്പോഴേക്കും യു വിൽ ബി കൂൾ. ഓക്കെ. ഓൾറെഡി മോക്ക് ടെസ്റ്റുകൾ കുറെ പ്രാക്ടീസ് ചെയ്തു. മോഡൽ എക്സാം കഴിഞ്ഞു. പിന്നെ ടേം എക്സാമിനേഷൻ എന്ന് പറഞ്ഞ് 100 ക്വസ്റ്റ്യൻസ് 200 ക്വസ്റ്റ്യൻസ് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടി. സോ അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ എക്സാം ഒരു പേടിയും തോന്നേണ്ട ആവശ്യമില്ല. ഞാൻ പാർട്ട് 1 അല്ല ആദ്യം പറയുന്നത്, പാർട്ട് 3 ആണ്. കാരണം പാർട്ട് 1 പാർട്ട് 4 നിങ്ങൾക്ക് എളുപ്പമാണ്. അപ്പൊ പാർട്ട് 3യും പാർട്ട് 2വും പറഞ്ഞിട്ട് നമുക്ക് സമയം ഉണ്ടെങ്കിൽ അതൊന്ന് വൈൻഡ് മീൻസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. കാരണം നൈറ്റ് ആണ്, കുട്ടികൾ ഉറങ്ങാനും അങ്ങനെ ഭക്ഷണം കൊടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ നടക്കണ്ടേ ഇതിന്റെ ഇടയ്ക്ക്. അപ്പൊ നമ്മൾ പാർട്ട് 3 ആണ് നമ്മുടെ കോർ ടോപ്പിക്. മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു കോർ ടോപ്പിക് എന്ന് പറയുന്നത് പാർട്ട് 3 ആണ്. പിന്നെ ഈ നമ്മൾ 1 to 1 കാണും വൈവ സമയത്ത്. ഏറ്റവും ആദ്യമേ തന്നെ അതങ്ങ് കഴിഞ്ഞു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങൾ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആക്കി വെച്ച് അത് ജസ്റ്റ് അടുത്ത് വെച്ചിട്ട് തന്നെ വൈവയ്ക്ക് വരണം കേട്ടോ. ഞാൻ ആ ഇൻസ്ട്രക്ഷൻ കൂടെ തരാൻ കാരണം ആദ്യത്തെ ബാച്ചിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടി. ഹോസ്പിറ്റലിൽ നിന്ന് വൈവ അറ്റൻഡ് ചെയ്തവരുണ്ട്, ഓട്ടോയിൽ ഇരുന്ന് വൈവ അറ്റൻഡ് ചെയ്തവരുണ്ട്. വൈവയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാണ്ടാവുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ തന്നെ ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് പകരം ഒരാൾ ആ ടൈമിൽ കേറ്റുവാണെങ്കിൽ നമുക്ക് ടൈം പോവാതെ വരും. എന്നിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ചാൻസ് തന്നെ പെട്ടെന്ന് കിട്ടും. അതൊക്കെ ഒന്ന് പറയാന്ന് വിചാരിച്ചു. കാരണം ഒരുമിച്ച് പിന്നെ കാണില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ സെഷനിൽ പറയുന്നത്. കാരണം PGയുടെ ക്ലാസ്സും കഴിഞ്ഞു, ഈ ക്ലാസ്സും ഇന്ന് കഴിയുവാണ്. ഓക്കെ. എന്നെ പേഴ്സണലി ഒന്ന് കോണ്ടാക്ട് ചെയ്താലും മതി. ഇങ്ങനെ കയറാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാലും, ഓഫീസിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാലും ഞാനത് അവരെ അറിയിച്ചോളാം. അപ്പൊ നമ്മൾ മോണ്ടിസോറി മെത്തേഡ്സ്, അതാണ് ഈ ഒരു കോർ ടോപ്പിക്. നിങ്ങൾക്ക് ആ പാർട്ട് 3 2 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനും മോണ്ടിസോറി മെത്തേഡും അതിന്റെ ആപ്ലിക്കേഷൻ. അതിലെ ഫസ്റ്റ് യൂണിറ്റും 3rd 4 5 6 ആണ് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനിൽ വരുന്നത്. മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻ ആണ് ബാക്കി 2 7 ആ ഒരു രീതിയിൽ പോകും. അപ്പൊ ഇനീഷ്യലി നമ്മൾ മറിയ മോണ്ടിസോറിയെ കുറിച്ചായിരുന്നു നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് അതിൽ വന്നത്. ആ മറിയ മോണ്ടിസോറിയെ കുറിച്ച് കുറെ കാര്യങ്ങൾ, എങ്ങനെയാണ് അവരത് ഡിസൈൻ മീൻസ് ഈ ഒരു മെത്തേഡ് അവർ ഡിസൈൻ ചെയ്തത്, അതിന് അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ അതിന് കാരണമാക്കിയ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കാര്യം വേൾഡ് വാർ കണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ കണ്ട് മനസ്സിലാക്കി യൂത്ത് മുഴുവൻ നശിക്കുന്ന ഒരു സാഹചര്യം കണ്ടപ്പോഴാണ് മറിയ മോണ്ടിസോറിക്ക് ആ ഒരു വിഷമം വന്നത്. കാര്യം അത്രയും വർഷങ്ങൾ മുമ്പ് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ടും അവരത് ഫോർസിയും ചെയ്തു. എന്താണ് ഇനി ആ ഒരു കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടായിരുന്നു, ദീർഘദൃഷ്ടി എന്നൊക്കെ പറയണ പോലെ. അങ്ങനെ ഒരു യൂത്തിൽ ഇന്റർവെൻഷൻ, നമ്മൾ പറയില്ലേ കതിരിന്മേൽ വളം വെച്ചിട്ട് കാര്യമില്ലാന്ന് കരുതി അവര് കൊച്ചു കുട്ടികളിലാണ് ആ ഒരു ഇന്റർവെൻഷൻ നടത്തേണ്ടത്. കാരണം അവരൊരു ഡോക്ടറായിരുന്നു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. അപ്പൊ കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് നല്ല രീതിയിൽ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു മറിയ മോണ്ടിസോറി. അങ്ങനെ അവരുടെ കാര്യങ്ങളെല്ലാം അവർ ആദ്യമായിട്ട് സ്പെഷ്യൽ കിഡ്സിന്റെ ഇടയ്ക്കാണ് ഇന്റർവെൻഷൻ അവർ ചെയ്തത്. അപ്പൊ അവരിൽ നല്ല മാറ്റം വന്നപ്പോൾ നോർമൽ കുട്ടികളിൽ നന്നായിരിക്കുന്നൊക്കെ ആലോചിച്ച് അതിന്റെ റിസർച്ചും എക്സ്പെരിമെന്റും അനാലിസിസും ഒക്കെ ചെയ്യുന്ന സമയത്താണ് ലോക്കൽ അതോറിറ്റി അവരെ ഒരു സ്ലം ഏരിയ സാൻ ലൊറൻസോ
ലൊറൻസോ. അത് ഇറ്റലിയിലുള്ളൊരു ഒരു സ്ഥലമാണ്. ഇറ്റലി യൂറോപ്പിലുള്ളതാണല്ലോ അല്ലെ. അപ്പൊ ഞാൻ എപ്പോഴും പറയും MCQ എന്ന് പറയുന്നത് എല്ലാം ഒന്നു മാത്രം ശരി ബാക്കിയെല്ലാം തെറ്റല്ല. ഏറ്റവും ശരിയായിട്ടുള്ളത് അങ്ങനെയും വരാം MCQ. ചിലപ്പോ ഒന്ന് മാത്രം ശരിയായിരിക്കും, ബാക്കിയൊക്കെ തെറ്റായിരിക്കും. ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ അങ്ങനെ ക്വസ്റ്റ്യനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, യൂറോപ്പ് എന്നും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എവിടെയാണ് അവർ ആദ്യമായിട്ട് മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്? ക്വസ്റ്റ്യനിൽ യൂറോപ്പും ഉണ്ട്, സാൻ ലൊറൻസോ ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ സാൻ ലൊറൻസോ ഇറ്റലിയിലാണ്, ഇറ്റലി യൂറോപ്പിലാണ്. സോ യൂറോപ്പ് കറക്റ്റ് ആൻസർ അല്ലേ തോന്നുന്നു. ബട്ട് ഏറ്റവും ശരിയായതെന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ പ്ലേസ് തന്നെയല്ലേ. അപ്പൊ അങ്ങനെ നിങ്ങളെ കൺഫ്യൂസ് ഒന്നും ആക്കൊന്നുമില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോ അവിടെ ഒരു കൺഫ്യൂഷൻ വന്നപ്പോ MCQ എന്ന് പറയുന്നത് ഏറ്റവും ശരിയായ, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ഇപ്പൊ എന്റെ ഒരു കാലഘട്ടത്തിലൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിൽ അറിയായിരിക്കും, ഏറ്റവും ശരിയായ ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. അല്ലാണ്ട് ശരിയായ ഉത്തരം എന്ന് മാത്രമല്ല ഏറ്റവും ശരിയായത്. അതൊന്ന് ഓർക്കുക. പിന്നെ നമ്മളപ്പോ മറിയ മോണ്ടിസോറി അങ്ങനെയാണ് സാൻ ലൊറൻസോയിലാണ് ആദ്യമായിട്ട് മോണ്ടിസോറി സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. അവർക്ക് സ്കൂളെന്നോ ക്ലാസ് റൂമെന്നോ പറയാൻ ഇഷ്ടമല്ലായിരുന്നു. കുട്ടികളുടെ ഒരു സെക്കൻഡ് ഹോമാണ്. കാസ ഡെ ബാംബിനി എന്നായിരുന്നു ആ സ്കൂളിനിട്ട പേര്. എന്ന് പറഞ്ഞ ഇറ്റാലിയൻ വേർഡാണ്. അതിന്റെ മീനിങ് ചിൽഡ്രൻസ് ഹൗസ് എന്നാണ്. ഓക്കെ, അതായിരുന്നു അവരുടെ ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് മോണ്ടിസോറി സ്കൂളിന്റെ കാര്യത്തിൽ. പിന്നെ അവര് പലയിടങ്ങളിലും അതിന്റെ റിസൾട്ട് നന്നായപ്പോ പലയിടത്തു നിന്നും അവർക്ക് ഇൻവിറ്റേഷൻ വന്നു. ഒരു വേൾഡ് മുഴുവൻ നടന്നു. അവരവസാനം മോണ്ടിസോറി ട്രെയിനേഴ്സ്, അതായത് നിങ്ങളെ പോലെയുള്ളവർക്ക് വേണ്ടി എന്താ പറയാ ട്രെയിനിങ് കൊടുക്കാനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ചു. പിന്നെ അതിന്റെ ഒരു അസോസിയേഷൻ നടത്തി. അങ്ങനെ പല പല കാര്യങ്ങളും ചില ചലഞ്ചസ് അവർക്ക് ഉണ്ടായിരുന്നു. അവർ വേൾഡ് വൈഡ് അവർ ട്രാവൽ ചെയ്യാൻ തുടങ്ങി ഈ ഒരു മെത്തേഡ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. നിങ്ങൾക്ക് അത് ഈസി ആയിരിക്കും. സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ. ഞാൻ ഒന്നും ഷെയർ ചെയ്യുന്നില്ല. കയ്യിലെ ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിന്റെ PDF ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തു വെക്കും. കാരണം നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് സ്ക്രോൾ ചെയ്ത് സമയം പോകും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ് ആയിരുന്നു പിന്നെ അവർ ചെയ്തത്. നമുക്ക് അത് ഒരൊറ്റ ഷീറ്റേ ഉള്ളെങ്കിൽ നമുക്കത് കുറേ കമ്പാരിസൺ വരുന്ന കാര്യമായിരുന്നു മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് അത് വരുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ സ്കൂള് നമുക്കറിയായിരിക്കും, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ കടന്നു പോയിട്ടുണ്ട് അങ്ങനെയുള്ള സ്കൂളുകളിലൂടെ, നമ്മുടെ മക്കളെ ചേർത്തിട്ടുണ്ടാകാം. അങ്ങനെയാണ് അവിടെയുള്ളതെന്ന് വെച്ചാല് അവിടെ ഒരു ഗ്രൂപ്പ് ലേണിംഗ് ആണ്. ഒറ്റ ഏജിലുള്ള കുട്ടികളാണ്, അവരെല്ലാരും കൂടെ ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത്. ഓരോ കുട്ടിയുടെയും ഇന്റലക്ച്വൽ ലെവൽ ഡിഫറെന്റ് ആണെങ്കിൽ പോലും ശരിയായ ഒരു അറ്റൻഷൻ സാധാരണ സ്കൂളിൽ കിട്ടാറില്ല. പക്ഷേ കമ്പയർഡ് ടു മോണ്ടിസോറി മെത്തേഡിൽ ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ്. അവിടെ കുട്ടികൾക്ക് ഫ്രീഡം ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ചെയ്യാം. ത്രൂ ആക്ടിവിറ്റി, ത്രൂ വർക്ക്, അങ്ങനെയാണ് അവര് കാര്യങ്ങൾ പഠിക്കുന്നത്. അവിടെ ഓരോ കുട്ടിക്കും ഓരോ അവരവരുടേതായ പേസ് കിട്ടുന്നുണ്ട്. പേസ് PACE ആണ്. അതായത് അവന്റെ സ്പീഡ് എന്താണോ ആക്ടിവിറ്റി ചെയ്യാൻ, ആ സ്പീഡിൽ അവന് കാര്യങ്ങൾ ചെയ്യാം. ചിലപ്പോൾ ഒരു കുട്ടി 10 മിനിറ്റ് കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്യും. ചില കുട്ടികൾ അത് 20 മിനിറ്റ്സ് എടുക്കുമായിരിക്കും. പക്ഷെ അവിടെ അവരെ നിർബന്ധിച്ച് പെട്ടെന്ന് ചെയ്യുന്ന കമ്പൽ ചെയ്യുന്ന ഒന്നും തന്നെ ആ ഒരു എൻവയോൺമെന്റിലില്ല. അങ്ങനെ കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജസ് പല പല ഏരിയയിലൂടെ കൂടും. അതാണ് ഈ മോണ്ടിസോറി മെത്തേഡും അതുപോലെ തന്നെ ട്രഡീഷണൽ മെത്തേഡും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയാനായിട്ട്. അതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ ഒരു ചാപ്റ്റർ അതിന്റെ ക്വസ്റ്റ്യൻസും എല്ലാം കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് നമ്മുടെ മെയിൻ ടോപ്പിക് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് അല്ലെ. മറിയ മോണ്ടിസോറി അങ്ങനെ ഒരു എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്യാനുണ്ടായ കാരണങ്ങളും എങ്ങനെ ആ എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്തു, അതാണ്. ആ ഒരു എൻവയോൺമെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. മറിയ മോണ്ടിസോറി എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു കുട്ടിയുടെ രണ്ടാമത്തെ വീട്, നമുക്കറിയാം കുട്ടികളുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ അവർ 3 ഏരിയയിലൂടെ കടന്നു പോകുന്നു: വീട്, സ്കൂൾ, സൊസൈറ്റി. അപ്പൊ രണ്ടാമത്തെ ഒരു ഹോം എന്ന് പറയുന്നത് ഈ സ്കൂളാണ്. അത് ഏത് സ്കൂൾ തന്നെയായാലും ആ രീതിയിൽ ആ എൻവയോൺമെന്റ് ഡിസൈൻ ചെയ്യണം. അത് മാത്രമല്ല, കുട്ടിയുടെ ഗ്രോത്ത് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എല്ലാം ആ ഒരു എൻവയോൺമെന്റിൽ വരണം. ആ രീതിയിൽ ഒരു സെക്കൻഡറി ലൈഫ് കൊടുക്കുവാണ് ആ എൻവയോൺമെന്റ് കുട്ടികൾക്ക്. വീട്ടിൽ അവരൊരു ജീവിതം, സ്കൂളിലേക്ക് വരുമ്പോൾ വേറൊരു രീതിയിലുള്ള ലൈഫ് അവർക്ക് കിട്ടുന്ന രീതിയിൽ കൊടുക്കണം. ആ സെക്കൻഡറി ലൈഫ് എന്ന് പറഞ്ഞാൽ അവരെ മുന്നോട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഗ്രോത്തിന് ഡെവലപ്മെന്റിനും സഹായിക്കുന്ന ഒന്നായിരിക്കണം. ആ രീതിയിലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ആ ഒരു എൻവയോൺമെന്റില് കുട്ടികള് ആ ഡെവലപ്മെന്റിന് പല രീതിയിലുള്ള മെത്തേഡ്സ് അവര് യൂസ് ചെയ്തു. ഫസ്റ്റ്
പ്രൊവൈഡ് ചെയ്തത്. 1 വയസ്സാകുമ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങും. തന്നെ ഭക്ഷണം കഴിക്കാൻ അവർ വാശി പിടിക്കും, തന്നെ ഡ്രസ്സ് ചെയ്യാൻ വാശി പിടിക്കും. അപ്പൊ ഫ്രീഡം എന്നുള്ളത് വലിയൊരു ഫാക്ടറായിട്ട് മറിയാം മോണ്ടിസോറിക്ക് മനസ്സിലായി. ഫ്രീ ആയിട്ട് വിട്ടാൽ അവര് നല്ല ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ ചെയ്യും. അവരെ പിടിച്ച് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര അജിറ്റേറ്റഡ് ആകും, അല്ലെ, വാശിയാകും. അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല പിന്നെ അത് ചെയ്യാനായിട്ട്. പിന്നെ ഫ്രീഡം എന്നുള്ളത് ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഫ്രീഡം എന്നുള്ളത് എന്തും ചെയ്യാം എന്നുള്ളതല്ല, എന്താണോ ചെയ്യുന്നത് അത് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്, അല്ലെ. അതാണ് മോണ്ടിസോറി എൻവയോൺമെന്റിലെ ഫ്രീഡം എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ ആ എൻവയോൺമെന്റിൽ കുട്ടികളിൽ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളുമാണ് അവനവനോടുള്ള റെസ്പെക്ട്, സെൽഫ് ലവ്, പിന്നെ മറ്റുള്ളവരോടുള്ള റെസ്പെക്ട്, കെയറിങ്. എൻവയോൺമെന്റിനെ കെയർ ചെയ്യുന്നു, മറ്റുള്ളവരെ കെയർ ചെയ്യുന്നു, മറ്റുള്ളവരുടെ ഇഷ്ടം, മ്യൂച്വൽ ലവ്, അങ്ങനെ റെസിപ്രോക്കൽ ഹെൽപ്പ്. റെസിപ്രോക്കൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ വൺസ് നമ്മളൊരു ആളെ ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ തിരിച്ച് നമുക്ക് എപ്പോഴെങ്കിലും അവിടെ നിന്നൊരു റിട്ടേൺ ഹെൽപ്പ് കിട്ടുന്ന പോലെ, നോ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷ എന്നുള്ളതല്ല, പക്ഷെ ഒരു റെസിപ്രോക്കൽ ഹെൽപ്പാണ് മോണ്ടിസോറി എൻവയോൺമെന്റിൽ നടക്കുന്നത്. അപ്പൊ എൻവയോൺമെന്റിനെ റെസ്പെക്ട് ചെയ്യുന്നു, അവനവനെ റെസ്പെക്ട് ചെയ്യുന്നു, പിന്നെ ആക്ടിവിറ്റി ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെ റെസ്പെക്ട് ചെയ്യുന്നു. പിന്നെ ഡെവലപ്പ് 10 മിനിറ്റ് കൊണ്ടല്ല, ഹാഫ് ആൻ അവർ കൊണ്ട് ഒരു ആക്ടിവിറ്റി ചെയ്തു, ഫസ്റ്റ് ടൈം ചെയ്തപ്പോ റിപ്പീറ്റ് ചെയ്ത് അവന്റെ പ്രോഗ്രസ് ഉണ്ടാവുകയാണ്. ഫസ്റ്റ് ടൈം ആ ആക്ടിവിറ്റി ചെയ്തപ്പോ എറർ സംഭവിച്ചു, വീണ്ടും ചെയ്തു, വീണ്ടും എററായി. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആ എറർ മാറ്റി തന്നെത്താനെ അത് കറക്റ്റ് ആവുന്നു. നമ്മൾ ആരും കറക്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ കുട്ടിയുടെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടും, കോൺഫിഡൻസ് നഷ്ടപ്പെടും, എന്തോ ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളൊരു ഗിൽറ്റി ഫീലൊക്കെ വരും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ സംസാരിക്കാനുള്ള ഫ്രീഡം ഉണ്ട്, എപ്പോ വേണമെങ്കിലും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഫ്രീഡം എല്ലാം ഉണ്ട്. അപ്പൊ അവരുടെ ഗ്രോത്ത് ഫ്രീ ഫ്ലോ ആയി നടക്കുന്നു. നമുക്കറിയാം, നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ അഴുക്ക് പിടിക്കില്ല, അല്ലെങ്കിൽ അതിലെ കല്ലുകളിൽ പായല് പിടിക്കില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് കുട്ടികളുടെ ഗ്രോത്തും. അവരെ നല്ല ഫ്രീ ആയിട്ട് വിടുമ്പോൾ അവർ നല്ല പോലെ അവരുടെ ഡെവലപ്മെന്റ് സ്റ്റേജിൽ നടക്കുന്നു. അല്ലെങ്കിൽ അവരെ നമ്മള് പലതിനും തടസ്സം പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഡെവലപ്മെന്റ് അവിടെ മുരടിച്ചു പോകും എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥ. പിന്നെ എപ്പോഴും നമ്മൾ കുഞ്ഞുങ്ങളെ തടയും. ഗ്ലാസ് ബോട്ടിൽ എടുക്കുമ്പോ, ഗ്ലാസിന്റെ പാത്രം എടുക്കുമ്പോ, വെയിറ്റ് ഉള്ള ഒരു ജഗ് എടുക്കുമ്പോ, വെള്ളം പോർ ചെയ്യുമ്പോ, നീ ചെയ്ത വെള്ളം അവിടെ വീഴും, ഗ്ലാസ് താഴെ വീഴും, പൊട്ടിപ്പോവും. അപ്പൊ അങ്ങനെയുള്ള ഡേഞ്ചർ ഫീലുള്ള എൻവയോൺമെന്റ് ആണെങ്കിലും ബൈ പ്രാക്ടീസ് അപ്പൊ അവർക്ക് അറിയാൻ പറ്റും, ഐ ഹാവ് ടു കെയർ ദിസ്, ഞാൻ നല്ല കെയറോട് കൂടി ഈ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യണം എന്ന് അറിയാൻ പറ്റും. അങ്ങനെ നമ്മൾ അവർക്ക് ഫ്രീഡം കൊടുത്തു കഴിയുമ്പോൾ അവർ പല കാര്യങ്ങളും റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രോഗ്രസ്സിലേക്ക് എത്തുന്നു, ഡെവലപ്ഡ് ആകുന്നു. അവരിലൊരു സ്ട്രക്ചറും ഓർഡറും ഉണ്ടാകുന്നു, ഒരു സിസ്റ്റമാറ്റിക് ആ ഒരു രീതി വരും. ഒന്നും അലവലാതിയാക്കി ഇടില്ല, അവർക്കൊരു ഓർഡർ ഫോം ചെയ്യുന്നു, അവര് ഒബീഡിയന്റ് ആകുന്നു, അവർക്ക് സെൽഫ് ഡിസിപ്ലിൻ. നമ്മൾ ഷൗട്ട് ചെയ്ത ഒന്നും അവരിലെ ഡിസിപ്ലിൻ വരില്ല, അവർക്ക് തന്നെത്താനെ ഡിസിപ്ലിൻ വരുന്നു. പിന്നെ എപ്പോഴും മോണ്ടിസോറി എൻവയോൺമെന്റ്, മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഓറിയന്റഡ് ആണ്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല, റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്, നേച്ചറുമായിട്ട് കണക്റ്റഡ് ആണ്. അവിടെയുള്ള മെറ്റീരിയൽസ് എല്ലാം അങ്ങനെയുള്ളതാണ്. വുഡൻ പീസസ് അല്ലെങ്കിൽ ഗ്ലാസ്, അങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടാണ് മോണ്ടിസോറി മെറ്റീരിയൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആംബിയൻസ് ഉണ്ട്. ആംബിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്ലീസിങ് ആയിട്ടുള്ള എൻവയോൺമെന്റ്, വളരെ ഹാപ്പി ഫീലിംഗ് തരുന്ന ഒരു എൻവയോൺമെന്റ് ആയതുകൊണ്ടാണ് ആംബിയൻസ് ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ മോണ്ടിസോറി മെറ്റീരിയൽസ് ഒരു കുട്ടിക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു ഡെമോ ക്ലാസ് കൊടുക്കും. അതിനെ നമ്മൾ പറയുന്ന ഫണ്ടമെന്റൽ ലെസൺസ് കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ്. ഈ ഫണ്ടമെന്റൽ ലെസൺസിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇത് ലൈഫിലുടനീളം നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം മോണ്ടിസോറി മെറ്റീരിയൽസിനാണ് ഈ ഫണ്ടമെന്റൽ ലെസൺസ് എന്നെങ്കിലും വൺസ് നമ്മൾ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിൽ ഈ 3 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർക്കണം. ഒന്ന് സിംപ്ലിസിറ്റി, ബ്രിവിറ്റി, ഒബ്ജക്ടിവിറ്റി. അതായത് എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അതിനെ വളരെ സിമ്പിൾ ആക്കി, വളരെ ബ്രീഫ് ചെയ്ത് ചുരുക്കി, എന്തിനെ കുറിച്ചാണോ പറയേണ്ടത് അതിനെ മാത്രം ഫോക്കസ് ചെയ്യുക. അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണോ അതിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അപ്പൊ നമ്മള്
ഒരു ഇപ്പം നമ്മൾ ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കാം, നമ്മളുടെ സംസാരം ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം. നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ മോണ്ടിസോറി സ്കൂളിലോ അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഒരു സ്കൂളിൽ പോവുകയാണ്, ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർക്ക് മോണ്ടിസോറി മെത്തേഡ് നന്നായി അറിയാമെങ്കിൽ അവരുടെ ഉള്ളിലും ഇതാണ് സിംപ്ലിസിറ്റി, ബ്രിവിറ്റി, ഒബ്ജക്ടിവിറ്റി. അവര് നമ്മളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നതും അതായിരിക്കും. നമ്മൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിന് കറക്റ്റ് ആയിട്ട് മാത്രം വളരെ സിമ്പിൾ ആയിട്ട്, ഒട്ടും കൺഫ്യൂസ്ഡ് ആക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട് അതിന്റെ റിപ്ലൈ കൊടുക്കുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് നമ്മൾ ഓരോ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഫണ്ടമെന്റൽ ലെസൺസിന്റെ 3 ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഓർത്തിരിക്കണം. സിംപ്ലിസിറ്റി, ബ്രിവിറ്റി, ഒബ്ജക്ടിവിറ്റി. കുട്ടിക്ക് അത് കേൾക്കാനുള്ള അറ്റൻഷൻ സ്പാനേ ഉള്ളൂ. വലിയ കഥ കേൾക്കാനും വലിയ നീണ്ട ക്ലാസ് കേൾക്കാനുള്ള അറ്റൻഷൻ സ്പാൻ ഈ കുഞ്ഞു കുട്ടികൾക്കില്ല. അവർ ആ കേൾക്കുന്ന കാര്യം ഓർത്ത് അവർക്ക് പെട്ടെന്ന് ആക്ടിവിറ്റി ചെയ്യണം. സോ വളരെ സിമ്പിൾ ആയിട്ട് ബ്രീഫായിട്ട് പറഞ്ഞു കൊടുത്ത് കുട്ടിയെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനായിട്ട് വിടുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഒബ്സർവേഷൻ. അവരെ ഒബ്സർവ് ചെയ്യുക. അവരെങ്ങനെയാണ് ആക്ടിവിറ്റി ചെയ്യുന്നത്, എത്ര ടൈം എടുത്തു, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, എത്രാമത്തെ തവണയാണ് അവനത് കറക്റ്റ് ആയിട്ട് ചെയ്തത്, അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ കൺട്രോൾ ഓഫ് എറർ അവൻ എങ്ങനെ മനസ്സിലാക്കി, ആദ്യത്തെ തവണ ചെയ്തപ്പോൾ എന്തോ ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഫോർ എക്സാമ്പിൾ പിങ്ക് ടവർ അവൻ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്തപ്പം ആസ് ആൻ അഡൽട്ട് വി നോ ദാറ്റ് ഏറ്റവും വലിയ ക്യൂബ് താഴെ വെക്കണം, അതിന്റെ മുകളിൽ അടുത്തത്, അങ്ങനെ 10 സെന്റിമീറ്റർ തുടങ്ങി 1 സെന്റിമീറ്റർ വരെ വെക്കണം എന്ന് നമുക്കറിയാം. പക്ഷെ കുട്ടി വെച്ചപ്പോ ഇടയ്ക്കുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. അപ്പൊ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ഡെമോ കാണിച്ചു കൊടുത്തു. അപ്പൊ അവന്റെ ഉള്ളിലുണ്ട്, ആ ഡെമോയുടെ പിക്ചർ ഉള്ളിലുണ്ട്, ബ്രെയിനിൽ ഫീഡ് ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാം മനസ്സിലാക്കുന്ന ഏജ് ആണല്ലോ. മനസ്സിലായി എവിടെയോ എന്തോ പ്രശ്നം പറ്റി, എഗെയിൻ റിപ്പീറ്റ് ചെയ്യും, രണ്ടാമത് തുടങ്ങും. ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഒബ്സർവേഷൻ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് പ്രൈമായിട്ട് വേണ്ടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഒബ്സർവേഷൻ. അങ്ങനെ ഒബ്സർവ് ചെയ്യണമെങ്കിൽ നമുക്ക് കോൺസെൻട്രേഷൻ വേണം. അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഞാൻ പറയുന്നത്, എവറി ഡേ മെഡിറ്റേഷൻ ഒരു 5 to 10 minutes എങ്കിലും നമുക്ക് പറ്റുന്ന പോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അത് അലോങ് വിത്ത് അവർ പ്രെയർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ മോണ്ടിസോറി മെറ്റീരിയൽസ് റെസ്പെക്ട് ചെയ്യണം. അത് പിന്നെ യൂസ് ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് മാറ്റ്. മോണ്ടിസോറി എൻവയോൺമെന്റിൽ മാറ്റ് ഉണ്ടാവും. അപ്പൊ കുട്ടികൾ മെറ്റീരിയൽസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ മാറ്റിന്റെ മുകളിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഒരു ലിമിറ്റഡ് സ്പേസ്. അപ്പൊ അവിടെ നമ്മൾ അവർക്ക് ഫ്രീഡം കൊടുക്കുന്നുണ്ട്, പക്ഷെ ആ ലിമിറ്റഡ് സ്പേസിൽ ഇരുന്നാണ് അവർ ആക്ടിവിറ്റി ചെയ്യുന്നത്. സോ അതൊക്കെ അവർക്ക് കിട്ടുന്ന ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിലേക്കുള്ള ഓരോ ലെസൺസ് ആണ്. അപ്പൊ അവർക്കറിയാം മറ്റുള്ളവരെ ഡിസ്റ്റർബ്ഡ് ആവുന്നില്ല, അവർ തന്നെ അവരുടെ സ്പേസിലേക്ക് വേറൊരാളും വരുന്നില്ല. അങ്ങനെ ആ ക്ലാസ് റൂം വളരെ ഓർഡറിൽ തന്നെ നടക്കും, ആ ഒരു ഏരിയ, ആ ഒരു എൻവയോൺമെന്റ്. ഇങ്ങനെ പല കാര്യങ്ങളും വന്നു. പിന്നെ അപ്പൊ ഫെസിലിറ്റേറ്ററുടെ ജോലി അതാണ്. പിന്നെ നമ്മൾക്കറിയാം എന്ത് ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ബൈ പ്രോഡക്റ്റ് ആയിട്ട് കുട്ടികൾക്ക് കിട്ടുന്നതാണ് ലാംഗ്വേജ്. അതിന്റെ ഒപ്പം ബോണസ് പോലെ അവരുടെ ഡെവലപ്മെന്റ് വരുന്ന ഒരു ഏരിയയാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ഓക്കെ. അങ്ങനെ ഇങ്ങനെ അവര് ആ ഒരു ഏരിയയിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അവർ വളരെ ഹാപ്പി ആയിട്ട് ആ എൻവയോൺമെന്റിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. ഒരു അഡൾട്ട് ആകുന്ന ആ ഒരു ജേർണിയിൽ അവർക്ക് ഒരു സൊസൈറ്റിയുമായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളെല്ലാം കിട്ടും. ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഞാൻ പറഞ്ഞ ഞാൻ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിലേക്ക് ഞാൻ വരാട്ടോ. പെട്ടെന്ന് ഈ ഒരു ലെസൺ കിട്ടിയപ്പോൾ അപ്പൊ ക്വാളിറ്റീസ് ഓഫ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ, ഒരു ലവ്, കമ്പാഷൻ. ഈവൻ ദോ മോണ്ടിസോറി ഫെസിലിറ്റേറ്ററും ഒരു അഡൾട്ടാണ്. കുട്ടിയുടെ വീട്ടിലും അഡൾട്ട്സ് ഉണ്ട്, പാരന്റ്സ് ഉണ്ട്, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ ചേട്ടന്മാരൊക്കെ വലിയവരുണ്ടാവും. അപ്പൊ അഡൾട്ട്സിനെ സംബന്ധിച്ച് അവരെപ്പോഴും സെന്റർ പോയിന്റ് ആയിട്ട് കണക്കാക്കുന്ന അവരെ തന്നെയാണ്. എപ്പോഴും ഉള്ള കമന്റ്സ് ഉണ്ടാവുമല്ലോ, ഞാൻ നിന്റെ പ്രായത്തിൽ അങ്ങനെയായിരുന്നു, ഞാൻ നിന്റെ പ്രായത്തിൽ ഇങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ടൊരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എപ്പോഴും അത് ഓർക്കണം. അവരും ഒരു അഡൾട്ടാണ്, പക്ഷെ കുട്ടിയോട് പെരുമാറേണ്ട രീതി ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറയുമ്പോൾ കുട്ടിയെ റെസ്പെക്ട് ചെയ്യുന്നു, കുട്ടിക്ക് വേണ്ടുന്ന സ്പേസ് കൊടുക്കുന്നു, കുട്ടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ തടസ്സപ്പെടുത്താതിരിക്കുക, അവന്റെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ചെയ്യേണ്ടത്. പിന്നെ അവരൊരു എക്സാമ്പിൾ ആയിരിക്കണം, എപ്പോഴും ഒരു എക്സാംപ്ലർ ആയിരിക്കണം. പിന്നെ ഫിസിക്കലി അട്രാക്റ്റീവ് ആയിരിക്കണം. അതിന്റെ മീനിങ് ഭയങ്കര മേക്കപ്പ് ചെയ്ത് വില കൂടിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സസ് ധരിക്കുക എന്നുള്ളതല്ല. വളരെ സിമ്പിൾ ആയിട്ട്, നീറ്റ് ആയിട്ട്, ഷാബി ആയിട്ട്, മുഷ്ണ വസ്ത്രത്തിലൊക്കെ പോകുക എന്നുള്ളതല്ല. നല്ല നീറ്റ് ആയിട്ട് കുട്ടിയുടെ മുമ്പിൽ ചെല്ലണം, പ്ലീസിങ് ആയിട്ട്. കുട്ടികൾ അട്രാക്റ്റഡ് ആയിരിക്കണം. എന്തെങ്കിലും പറയേണ്ടത്? അത് വേറെ
ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് വരുന്നു. പിന്നെ ഞാൻ നാച്ചുറൽ ഡെവലപ്മെന്റ് പറയാൻ പോകുന്നത്. ഞാൻ 7th യൂണിറ്റാ പറഞ്ഞത്. ഓക്കെ, ആരത്? അരുൺ എന്നാണ് കാണുന്നത്, പേരറിയില്ല. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? അരുൺ ആരാ? അരുൺ എന്നുള്ള പ്രൊഫൈലിൽ കാണുന്ന ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? കേൾക്കുന്നില്ല തോന്നുന്നു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്. ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിൽ നമുക്കറിയാം കുട്ടികള് ബേർത്ത് തുടങ്ങി 6 years വരെ നോക്കുവാണെങ്കിൽ അതിന്റെ ബേർത്ത് തുടങ്ങി 3 years വരെ അവരുടെ എൻവയോൺമെന്റുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. അവർക്ക് എപ്പോഴും എക്സ്പ്ലോർ ചെയ്യണം, പുറത്തേക്ക് പോകണം, പുറത്തെ കാണുന്ന കാഴ്ചകൾ അതൊക്കെ കാണും. ഈ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അൺകോൺഷ്യസ് മൈൻഡ് ആയിരിക്കും. ആ ഒരു സമയത്തെ കാര്യങ്ങൾ പിന്നീടൊന്നും അവർക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ അൺകോൺഷ്യസ് മൈൻഡാണ്. പക്ഷെ 3 വയസ്സിന് ശേഷം കോൺഷ്യസ് മൈൻഡ് ആവുകയാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇവരുടെ ബ്രെയിനിൽ നല്ലപോലെ ഫീഡ് ആവും. കോൺഷ്യസ് മൈൻഡാണ്. അവരുടെ ആ കോൺഷ്യസ് മൈൻഡ് റെസ്റ്റ് ചെയ്യുന്നത് അവർ ഉറങ്ങുമ്പോൾ മാത്രമാണ്. ഓക്കെ, ആ ഒരു സമയത്ത് അത് റെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആയിരിക്കുമല്ലോ നമ്മൾ എപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് ആക്റ്റീവായിരിക്കുന്നത്. ഈ 3 years ശേഷം ഇവരുടെ അൺകോൺഷ്യസ് മെമ്മറി എന്നുള്ളത് ഒരു കോൺഷ്യസ് മെമ്മറിയിലേക്ക് പോകുന്നു, കോൺഷ്യസ് മൈൻഡായി മാറുന്നു ആഫ്റ്റർ 3 years. നമ്മൾ പറഞ്ഞു കുട്ടിയുടെ ഇൻഡിപെൻഡൻസ്. ആ ഒരു ചൈൽഡ് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്ന 2 കണ്ടീഷൻസ് ആണ്, നെസസറി കണ്ടീഷൻസ് ആണ് എൻവിയോൺമെന്റും ഫ്രീഡവും. അവർ വളരുന്ന എൻവിയോൺമെന്റും അവർക്ക് വേണ്ടുന്ന ഫ്രീഡവും. പിന്നെ ഇതിനെ സഹായിക്കാനായിട്ട് കുട്ടികളുടെ ഉള്ളിൽ തന്നെ 2 ടൂൾസ് ഉണ്ട്. അതാണ് സെൻസിറ്റീവ് പീരീഡും അബ്സോർബൻ മൈൻഡും. എന്ത് കിട്ടിയാലും അവരങ്ങനെ അബ്സോർബ് ചെയ്യും. ഒരു സ്പഞ്ച് വെള്ളത്തിലിട്ടതെന്ന് പോലെ തന്നെ അവര് ഉള്ളിലേക്ക് എടുക്കും. അതാണ് പറയുന്നത്, കുട്ടിയുടെ മുമ്പിൽ വെച്ച് നമ്മൾ അൺനെസസറി തിങ്സ് സംസാരിക്കരുത്, ഷൗട്ട് ചെയ്യരുത്. കാരണം എല്ലാം ഇവരുടെ ഉള്ളിലേക്ക് കിടക്കുക. ഇപ്പം പാരന്റ്സ് തമ്മിലുള്ള ഒരു വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള അവരുടെ ആ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അപ്പം ലൈഫ് പാർട്ട്ണർ ഒരാളെ തല്ലുന്നതോ അങ്ങനെ ഇങ്ങനെയുള്ളതൊക്കെ കാണുമ്പോൾ അതൊക്കെ കുട്ടിയെ വല്ലാതെ ബാധിക്കും. കാരണം അവരുടെ മൈൻഡ് കോൺഷ്യസ് ആയി കഴിഞ്ഞു. അവരെല്ലാം അവരുടെ ഓർമ്മയിലുണ്ടാവും. എത്ര വളർന്നാലും അതൊരു ട്രോമ പോലെ കിടക്കും. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ആ സമയത്ത് ഉണ്ടാകുന്ന അബ്യൂസ് എല്ലാം അവരെ ഒത്തിരി ബുദ്ധിമുട്ടിക്കും. ഒത്തിരി ത്രൂ ആക്ടിവിറ്റീസിലൂടെയാണ് അങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടുന്ന ഇൻഡിപെൻഡൻസ്, ഫ്രീഡം അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. എൻവിയോൺമെന്റ് അതിനനുസരിച്ച് ഡെവലപ്പ് ആക്കണം. അപ്പൊ ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള എല്ലാ നല്ല രീതിയിലുള്ള ഒരു എൻവിയോൺമെന്റ് കൊടുക്കുമ്പോൾ കുട്ടിയുടെ പവർ ഓഫ് അറ്റൻഷൻ കൂടും. അതേസമയം കുട്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ അറ്റൻഷൻ ലെവല് വളരെ ലോ ആവും. സോ പവർ ഓഫ് അറ്റൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ കുട്ടിക്ക് ഒരു വിൽ പവർ ജനറേറ്റ് ചെയ്യും. കുട്ടിയുടെ ഒരു നമ്മൾ സത്ത എന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ, അതുപോലെ. പിന്നെ ഏതൊരു ആക്ടിവിറ്റീസും ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്യുന്നു. ത്രൂ റിപ്പീറ്റേഷനിലൂടെ ആക്ടിവിറ്റി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. കുട്ടിയിൽ തന്നെ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഫോം ചെയ്യുന്നു, ഒബീഡിയൻസ് ഫോം ചെയ്യുന്നു, ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്നു. കുട്ടിയുടെ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, ആ ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി വരുന്നത് നമ്മൾ നല്ല വഴിക്ക് നമ്മൾ അതിനെ ഗൈഡ് ചെയ്യുവാണെങ്കിൽ അവരുടെ അക്കാദമിക് എക്സലൻസിന് വരെയും അത് ഹെൽപ്പ് ചെയ്യും. ആ ഒരു ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ഞാൻ നിങ്ങൾക്ക് റെക്കോർഡ് എഴുതാനായിട്ട് തന്നിരുന്നു അല്ലെ. റെക്കോർഡിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ തന്നെത്താനെ റൈംസ് എഴുതുക, തന്നെത്താനെ സ്റ്റോറീസ് എഴുതുക എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വിചാരിക്കും എനിക്ക് എന്നെ കൊണ്ട് അത് പറ്റുമോ, ഞാൻ അങ്ങനെ വായിക്കൂല എഴുതൂല്ല, അങ്ങനെ ചെയ്യാത്ത ഒരാളല്ലേ. പക്ഷെ വൺസ് നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയില്ല എവിടെ നിന്നൊക്കെ ഐഡിയാസ് വരുന്നത്. അപ്പൊ ഇത്രയും പ്രായമായ നമ്മളിൽ വന്നെങ്കിൽ, ഞാൻ 39 yearsലായി കോഴ്സ് പഠിച്ചേ, ആ സമയത്ത് വന്നെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയുടെ ഇമാജിനേഷൻ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വൈഡാണ്. കാരണം അവനെ അവിടെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് തലയിൽ ഇഷ്ടം പോലെ ടെൻഷൻ ഉണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങി രാത്രിയിലത്തെ ഡിന്നർ വരെയും ചിന്തിക്കണം. അല്ലാതെയുള്ള പല പല ഇഷ്യൂസും വീട്ടിലാണെങ്കിലും ഏതെങ്കിലും ഓഫീസ് ഉണ്ടെങ്കിൽ ഓഫീസിലാണെങ്കിലും പുറത്താണെങ്കിലും അങ്ങനെ പല ആൾക്കാരെ നമ്മൾക്ക് നോക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ വരും. എന്നിട്ട് നമുക്ക് ആ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു എൻവയോൺമെന്റ് ഒരു കുഞ്ഞിന് പ്രൊവൈഡ് ചെയ്ത് കൊടുത്താൽ അവന്റെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും വളരെ നല്ല വൈഡ് ആയിരിക്കും. എന്നിട്ട് അവന്റെ അക്കാദമിക് എക്സലൻസിലേക്ക് അവനെ കൊണ്ടുപോകും.
അപ്പൊ ആ ഒരു പ്രായത്തിൽ നമ്മൾ അതിനനുസരിച്ചുള്ള എല്ലാ സപ്പോർട്ടും കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവനൊരു 4th സ്റ്റാൻഡേർഡ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കണ്ടല്ല, നമുക്ക് റെസ്റ്റ് ചെയ്യാം. കുട്ടി തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തോളും. ഒരു പ്രോജക്റ്റ് വർക്ക് ഏൽപ്പിക്കും, നമ്മുടെ സപ്പോർട്ടിന്റെ ആവശ്യം ഉണ്ടാവില്ല, അവൻ തന്നെത്താൻ അത് ചെയ്യും. കാരണം അവന്റെ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ അവനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇങ്ങനെ കാര്യമായിരുന്നു നമ്മൾ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിൽ പറഞ്ഞത്. പിന്നെ ഇമോഷണൽ, നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള പവറും ഉണ്ട്. ബട്ട് ഡിപ്പെൻഡിങ് ഓൺ ആ ഒരു ഗ്രേഡിനനുസരിച്ച് നമുക്ക് ആ ഇമോഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ചില സമയത്ത് പറ്റിയെന്ന് വരില്ല. അപ്പൊ ഇതെല്ലാം ഇതിന്റെ ഡെവലപ്മെന്റ് എല്ലാം അവർക്ക് ഈ ഒരു ഏജിൽ നടക്കുന്നു. പിന്നെ നമ്മള് കുട്ടികളിലെ ചില വാല്യൂസ്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണം, എല്ലാരോടും ഒരു ഇഷ്ടം, കെയറിങ്, ഒരു ഡിസ്ട്രക്റ്റീവ് നേച്ചർ അതൊക്കെ മാറും. അതായത് ആൾക്കാർ എന്തെങ്കിലും കയ്യിൽ കിട്ടിയാൽ നശിപ്പിക്കുക, അങ്ങനത്തെ നേച്ചർ എല്ലാം മാറുന്നു ഈ ഒരു എൻവയോൺമെന്റിലൂടെ അവരെ കടത്തിവിട്ട. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, ഉറുമ്പിനെയൊക്കെ കാണുമ്പോൾ ചവിട്ടിക്കൊല്ലുക, അതെല്ലാം നമുക്ക് മാറ്റാനായിട്ട് പറ്റും ഈ ഒരു എൻവയോൺമെന്റിലൂടെ, അവരെ ശരിയായ ഗൈഡൻസിലൂടെ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അഡൾട്ടിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാസീവ് ആയിരിക്കണം. അവര് സൈഡിൽ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന പോലെ നിൽക്കണം. കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പറ്റുന്ന രീതിയിലുള്ളതൊക്കെ പ്രൊവൈഡ് ചെയ്യാം. മീൻസ് ആ ഒരു എൻവയോൺമെന്റ് അവൻ തന്നെ ചെയ്യട്ടെ. എപ്പോഴാണോ ഇന്റർവെൻ ചെയ്യേണ്ടത് ആ ഒരു സമയത്ത് മാത്രം ചെയ്യും. പിന്നെ മറിയാം മോണ്ടിസോറി കുട്ടികളുടെ ഗ്രോത്തിനെ 2 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ചൈൽഡ്ഹുഡും അഡൾട്ട്ഹുഡും. ഈ 2 സ്റ്റേജിനെ വീണ്ടും മറിയാം മോണ്ടിസോറി 4 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ചൈൽഡ്ഹുഡ് ബർത്ത് തുടങ്ങി 12 ഇയേഴ്സ് വരെയാണ്. അഡൾട്ട്ഹുഡ് 12 ഇയേഴ്സ് തുടങ്ങി 24 ഇയേഴ്സ് വരെയാണ്. ഈ 24 ഇയേഴ്സിലാണ് നമ്മുടെ ബ്രെയിൻ പൂർണ്ണമായും ഡെവലപ്പ് ആകുന്നത്. ബ്രെയിനിന് 2 പാർട്ടാണ്, ഇമോഷണൽ സൈഡും ഇന്റലക്ച്വൽ സൈഡ്സും. ഇത് നല്ല ആയിട്ട് മെച്യൂർ ആകുന്ന ഒരു പ്രായമാണ് 24 ഇയേഴ്സ് എന്ന് പറയുന്നത്. ഒരു യുവാവായി എന്ന് വെച്ചാൽ ഒരു മെച്യൂറായി അഡൾട്ടായി എന്നുള്ള ഒരു ഏജ് ആയി. അപ്പൊ ഈ 2 സ്റ്റേജിനെ, ചൈൽഡ്ഹുഡിനെയും അഡൾട്ട്ഹുഡിനെയും എഗെയിൻ മറിയാം മോണ്ടിസോറി 4 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഈ 4 പീരീഡിനെ 4 ഫോർമേറ്റീവ് പ്ലെയിൻസ് ആയിട്ടും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ എത്ര പീരീഡ് ആയി ഈ ഡെവലപ്മെന്റ് സ്റ്റേജസിനെ മറിയാം മോണ്ടിസോറി ഡിവൈഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ 4. എത്ര ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്ന് ചോദിച്ചാലും ആൻസർ 4. എത്ര സ്റ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 2. ഇത് തമ്മിൽ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. മറിയാം മോണ്ടിസോറി ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് സ്റ്റേജിനെ 2 സ്റ്റേജ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, ചൈൽഡ്ഹുഡ് ആൻഡ് അഡൾട്ട്ഹുഡ്. അത് ഏജ് 0 to 12 വരെയും ചൈൽഡ്ഹുഡ്, 12 to 24 വരെയും അഡൾട്ട്ഹുഡ്. ഈ 2 സ്റ്റേജിനെ, ഓരോ സ്റ്റേജിനെ വീണ്ടും 2 പീരീഡ് ആക്കി. അപ്പൊ ടോട്ടൽ 4 പീരീഡ് ആയി, അല്ലെങ്കിൽ 4 ഫോർമേറ്റീവ് പ്ലെയിൻസ് എന്നുമാണ് അവരതിനെ വിളിച്ചത്. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ വരുമ്പോൾ പലപ്പോഴും കൺഫ്യൂഷൻ ആക്കി 2ന് പകരം 4 അങ്ങനെ ഇങ്ങനെയൊക്കെ മാറി പോകാറുണ്ട്. അപ്പൊ അത് ഓർക്കുക. ഫസ്റ്റ് പീരീഡ് 0 to 6 ഇയേഴ്സ്, സെക്കൻഡ് പീരീഡ് 6 to 12 ഇയേഴ്സ്, അതായത് ടീനേജിന്റെ പടിവാതിക്കലെത്തി സെക്കൻഡ് പീരീഡ് ആയപ്പോഴേക്കും. തേർഡ് പീരീഡ് എന്ന് പറയുന്നത് ടീനേജിന്റെ പീക്ക് 12 to 18. 4th പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരൊക്കെ പറയുന്നത് ഒരു 18 വയസ്സങ്ങ് കഴിയുമ്പോഴേക്കും ഒരു ഇരുത്തം വന്നോളും, ഒന്ന് മെച്യൂർ ആയിക്കോളും, അതുവരെയുള്ള ആ ബഹളങ്ങളൊക്കെ ഒന്ന് തീരും എന്നൊക്കെ അമ്മമാര് പറയാറില്ലേ കുട്ടികളെ കുറിച്ച്. ദാറ്റ് ഈസ് 18 to 24 ഇയേഴ്സ്. അതാണ് 4th പീരീഡ്. അപ്പൊ അങ്ങനെ ആക്കി ആ ഒരു പീരീഡിലും വരുന്ന ചേഞ്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവര് പറഞ്ഞു. അപ്പോ ആ ഓരോരോ ഏജിലും കുട്ടിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങള് നിങ്ങളൊന്ന് പോയിന്റ് ആയിട്ട് എഴുതി വെക്കുവോ, നോക്കി മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ, അതിനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എളുപ്പമായിരിക്കും. ലാംഗ്വേജ് ഡെവലപ്മെന്റില് കുട്ടി വേർഡ്സ് പറയാൻ തുടങ്ങിയത് എങ്ങനെയാണ്, മീനിങ് ഫുൾ സെന്റൻസ് ആയിട്ട് പറയാൻ തുടങ്ങിയത് എങ്ങനെയാണ്, പിന്നെ അർത്ഥമില്ലാത്ത സൗണ്ട്സ് ഉണ്ടാക്കിയത് ഏത് പ്രായത്തിലാണ്, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ലാംഗ്വേജ് ഡെവലപ്മെന്റിന്റെ ഏരിയയിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെയാണ് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റിൽ വരുന്നത്. പിന്നെ സെൽഫ് കൺസ്ട്രക്ഷൻ ആയിരുന്നു 4th യൂണിറ്റ്. 4th യൂണിറ്റില് അനിമൽസിനെയും ഹ്യൂമണിനെയും കൂടെ നമ്മൾ കമ്പയർ ചെയ്തിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞു അനിമൽസ് മോർ കേപ്പബിൾ ആണ്. അവർ ജനിച്ച ഉടനെ തന്നെ അവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും. വേച്ച് നടന്ന് പിന്നെ ഓടാൻ തുടങ്ങും അല്ലെ. പശുക്കുട്ടിയൊക്കെ ജനിച്ച് വീഴുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോഴേക്കും അത് അമ്മയുടെ പാലും കുടിക്കാൻ തുടങ്ങും, തന്നെത്താനെ ചെയ്യും, അതങ്ങനെ ഇങ്ങനെ ഓടിപ്പോവും. പിറ്റേ ദിവസം കാണും അവിടെയൊക്കെ ഓടി നടക്കുന്നത്. ആനക്കുട്ടിയാണെങ്കിലും അങ്ങനെ തന്നെ. അങ്ങനെ എല്ലാം അവർക്ക് അറിയാം, അവർ കേപ്പബിൾ ആണ്. പക്ഷെ ഹ്യൂമൻ ബേബീസ്
കുറേ കാലം അവർ ഡിപ്പെൻഡന്റ് ആണ് അല്ലെ. കുറെ കഴിയുമ്പോഴാണ് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ നടത്തുള്ളൂ. അതുകൊണ്ടാണ് മറിയാം മോണ്ടിസോറി ഹ്യൂമൻ ബേബീസിന്റെ അവര് ജനിച്ച് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഭ്രൂണാവസ്ഥ എന്ന് പറയുമല്ലോ, അമ്മയുടെ ബോംബില് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഭ്രൂണാവസ്ഥ എന്ന് പറയും, എംബ്രിയോ സ്റ്റേറ്റ്. പുറത്തേക്ക് പൂർണ്ണ വളർച്ചയായിട്ട് വരും, ശരീരം പൂർണ്ണ വളർച്ചയായി പുറത്തു വന്നു, പക്ഷെ ഒന്നും തന്നെ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ല. അതുകൊണ്ട് മൈൻഡ് അപ്പോഴും ഭ്രൂണാവസ്ഥയിലാണ്, എംബ്രിയോ സ്റ്റേറ്റിലാണെന്നാണ് മറിയാം മോണ്ടിസോറി പറഞ്ഞത്. അതിന് അവർ കൊടുത്ത പേരാണ് സ്പിരിച്വൽ എംബ്രിയോ. അങ്ങനെ ആ ഒരു സ്റ്റേജിൽ മൈൻഡ് ഇരിക്കുന്നതിന് അവർ പറഞ്ഞതാണ് സ്പിരിച്വൽ എംബ്രിയോ. പിന്നെ ആ മൈൻഡിന്റെ ഡെവലപ്മെന്റ് ആണ് കൂടുതലായിട്ട് വന്നത്. അതാണ് അവർ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ആ കുട്ടിയെ നമ്മൾ റെഡിയാക്കി കൊണ്ടുവരണം മൈൻഡ് ഡെവലപ്പ് ആവാനായിട്ട്. അപ്പൊ അതിന് ഒരു 3 വയസ്സ് വരെയും ആ കുട്ടി വീട്ടിലാണ്. ആ ഒരു എൻവയോൺമെന്റ് ആ കുട്ടിയുടെ ആ 3 വയസ്സ് വരെയുള്ള ഡെവലപ്മെന്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം, ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതായിരുന്നു മറിയാം മോണ്ടിസോറി ആ ഒരു ഏരിയയിൽ പറഞ്ഞത്. ഞാൻ ഇന്ന് ജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ ഒന്ന് എടുത്ത് വെച്ചിട്ടൊന്ന് പറയാം കേട്ടോ. സെൽഫ് കൺസ്ട്രക്ഷൻ. ഓക്കെ, പിന്നെ നമുക്കറിയാം കുട്ടികള് ഏറ്റവും കൂടുതൽ ഒരു കുഞ്ഞു പ്രായത്തിൽ യൂസ് ചെയ്യുന്നത് ഒരു കൈയൊക്കെ ഇട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട്, അവർക്ക് നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ കൈ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്ത് കിട്ടിയാലും എടുക്കാൻ നോക്കും. കൈയുടെ ഒരു ആക്ഷൻ ഭയങ്കരമായിട്ടുണ്ട്, ഫേഷ്യൽ എക്സ്പ്രഷനും കൈയുടെ ആക്ഷനും അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ മറിയാം മോണ്ടിസോറി പറയുന്നത് കുട്ടികളുടെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ടങ്കും ഹാൻഡുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്, ബാക്കി ബോഡിയുടെ മറ്റ് പാർട്സിനേക്കാളും ആ ഒരു ചെറിയ പ്രായത്തിൽ പറയുവാണെങ്കിൽ. പിന്നെ ലാംഗ്വേജ്, സെൻസിറ്റീവ് ടു ലാംഗ്വേജ് ആണ്, പലപ്പോഴും ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ചില കുട്ടികൾ അനിമൽ സൗണ്ട്സ് കേട്ടാൽ, ഇപ്പോൾ ഡോഗ് ബാർക്കിംഗ് ഒക്കെ കേട്ടാൽ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ചില കുട്ടികളാണെങ്കിൽ അനിമൽസിന്റെ ഇമിറ്റേറ്റ് ചെയ്യില്ല, വീട്ടിലുള്ള മറ്റാളുകളുടെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ഒരു സെൻസിറ്റീവ് ടു ലാംഗ്വേജ് തുടങ്ങുന്നത് അവരുടെ 1.5 വയസ്സ് തുടങ്ങിയിട്ട് 3 വയസ്സ് വരെയാണ്. പിന്നെ ബോഡി ബാലൻസിങ് നല്ല രീതിയിൽ ബാലൻസ് ചെയ്യുന്നത് 2.5 വയസ്സ് തുടങ്ങി 4 വയസ്സ് വരെയുള്ള ടൈമിലാണ്. പിന്നെ 3 ഇയേഴ്സ് വരെയും അവരുടെ അൺകോൺഷ്യസ് മൈൻഡ് ആണല്ലോ. ആഫ്റ്റർ 3 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ അബ്സോർബൻ മൈൻഡ് സെൻസിറ്റീവ് പീരീഡ് ആണ്. അപ്പൊ ആ സമയത്ത് അവർക്ക് ഫാക്ട് അതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അതായത് നമ്മൾ ഇവരെ പറ്റിക്കാനായിട്ട് പറയില്ലേ, അമ്പിളി മാമനെ പിടിച്ചു തരാന്നൊക്കെ, കുഞ്ഞു പ്രായത്തിൽ അവരതൊക്കെ വിശ്വസിക്കും, ഇപ്പൊ കിട്ടും എന്ന് വിശ്വസിക്കും. പക്ഷെ ആഫ്റ്റർ 3 ഇയേഴ്സ് അവർക്ക് നല്ല പോലെ മനസ്സിലാകും, നടക്കുന്ന കാര്യം ഏതാ നടക്കാത്ത കാര്യം ഏതാ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആ നോളജിന്റെ അബ്സോർപ്ഷൻ നടക്കുന്ന ഒരു ടൈമാണ് ആ ഒരു 3 ഇയേഴ്സിന് ശേഷം. അപ്പൊ 3 to 6 ഇയേഴ്സ് ആണ് സെൽഫ് മെയ്ഡ് ആകുന്നത് കുട്ടി. നമ്മൾ പറഞ്ഞില്ലേ, അനിമൽസിനെ പോലെയല്ല അവർ ഇൻകേപ്പബിൾ ആണ് ആ ഒരു ചെറുപ്രായത്തിൽ ജനിച്ച ഉടനെ. പക്ഷെ ആഫ്റ്റർ 3 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് ശരിക്കും മോർ ഇൻഡിപെൻഡന്റ് ആവുകയാണ്, സെൽഫ് മെയ്ഡ് ആണ്. അപ്പൊ സെൽഫ് കൺസ്ട്രക്ഷൻ നടക്കുന്ന ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് 3 to 6 ഇയേഴ്സ് ആണ്. ആ ഏജിലുള്ള കുട്ടികളാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്, അത് ഓർക്കണം. അപ്പൊ അവരുടെ സെൽഫ് കൺസ്ട്രക്ഷന് പറ്റുന്ന എല്ലാ സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ, പിന്നെ 0 to 3 ഇയേഴ്സിലും അവര് ചുറ്റും നടക്കുന്ന എല്ലാം അബ്സോർബ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് അൺകോൺഷ്യസ് മൈൻഡ് ആണ് അബ്സോർബ് ചെയ്യുന്നത്, അൺകോൺഷ്യസ്ലി ആയിരിക്കും. ആഫ്റ്റർ 3 ഇയേഴ്സ് കോൺഷ്യസ്ലി ആണ് അബ്സോർബ് ചെയ്യുന്നത്. എല്ലാം അവർ പിടിച്ചെടുക്കും 3 ഇയേഴ്സിന് ശേഷം. പക്ഷെ അത് അവരുടെ മെമ്മറി അത്രയും ഷാർപ്പായിരിക്കും, അവർക്ക് ഓർമ്മയുണ്ടാവും എല്ലാ കാര്യങ്ങളും. പക്ഷെ 3 ഇയേഴ്സ് വരെ നടക്കുന്നത് അവരുടെ അൺകോൺഷ്യസ് മൈൻഡ് ആണ് അബ്സോർബ് ചെയ്യുന്നത്. അതിന്റെ എന്തൊക്കെയോ ഇംപ്രഷൻസ് അവരുടെ ഉള്ളിൽ കിടക്കും, ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അവർക്ക് ഓർമ്മയുണ്ടാവില്ലായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ സെൽഫ് കൺസ്ട്രക്ഷനിൽ പറഞ്ഞത്. കുട്ടി സ്വയം ആയിത്തീരുന്ന ഒരു പ്രായം 3 to 6 ഇയേഴ്സിലാണ് സെൽഫ് കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഫൈൻ. നിങ്ങൾക്ക് ഏതെങ്കിലും ലെസൺ എന്തെങ്കിലും എക്സ്ട്രാ പറയണം, അങ്ങനെ വല്ലതും ഉണ്ടോ? മോണ്ടിസോറി ടേംസ് ലാസ്റ്റ് എടുത്തതല്ലേ, പെട്ടെന്ന് എടുത്തൊരു ചാപ്റ്റർ അല്ലേ. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ?
അതാ പീരീഡ് ഓഫ് സെൻസിറ്റിവിറ്റി ടു ലാംഗ്വേജ് എന്ന് പറയില്ലേ കുട്ടികളുടെ, ആ. അത് ഏത് ഇയർ തൊട്ടായിരുന്നു? 1.5 ഇയർ ആണോ? 1.5 ഇയർ. ഓക്കെ. മാം, കഴിഞ്ഞ മോഡൽ എക്സാമിലൊക്കെ കണ്ടൊരു ചോദ്യമായിരുന്നു. അപ്പോ ഞാൻ കുറച്ച് ദിവസമായി എനിക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് മാം ഏതെങ്കിലും ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. പക്ഷെ ഏതോ ഒരു ക്ലാസ്സിൽ മാം പറഞ്ഞു ഈ സൈക്കോളജിക്കൽ എയ്ഡ് ഉണ്ടല്ലോ, അതിനെ കുറിച്ച് പറഞ്ഞു തരാന്ന് പറയുന്നത് ഞാനൊരു ക്ലാസ് കേട്ടു. അതിനുശേഷം കുറച്ച് ക്ലാസ് എനിക്ക് കണ്ടിന്യൂസ്ലി മിസ്സായി. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണോ? സോറി, അതെ, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, അതെ. ഓക്കെ. അത് PFA നിങ്ങൾക്ക് നമ്മള് വളരെ ലേറ്റ് ആയിട്ട് കണ്ടുമുട്ടിയ ആൾക്കാരാണല്ലോ. ഞാൻ ആദ്യം തുടങ്ങി എടുത്ത ബാച്ചിൽ PFA എടുത്തിട്ടുണ്ടായിരുന്നു. PFA നിങ്ങൾക്ക് തന്നിട്ടില്ല അല്ലെ? തന്നിരുന്നോ? PFA ഞാനൊന്ന് വേഗം ചുരുക്കി പറയാം. അതിന്റെ ഒരു PDF നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം. PFA എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ പഠിച്ചു ഫസ്റ്റ് പാർട്ടിൽ. ഹെൽത്ത് ആൻഡ് ഹൈജീൻ വന്നു, അത് കഴിഞ്ഞപ്പോൾ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ വന്നു. നമുക്ക് ഹെൽത്ത് ആൻഡ് ഹൈജീൻ അറിയാൻ നല്ല ഭക്ഷണം കഴിക്കണം, ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം, നമ്മൾ എക്സസൈസസ് ചെയ്യണം, ഹാപ്പി ആയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഹെൽത്ത് കറക്റ്റായി ഹൈജീൻ അത് ആവുള്ളൂ. അപ്പൊ അവിടെ നമുക്ക് ഈ ഹെൽത്തി ആയിരിക്കാനുള്ള, അതാണ് നമ്മുടെ ലക്ഷ്യം, അതിലേക്കുള്ള മാർഗമാണ് ഹൈജീൻ എന്നുള്ളത്, മീൻസ് റൂട്ട്. അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ആണ് നമ്മുടെ എയിം, ഗോൾ. അതിലേക്കുള്ള മീൻസ് ആണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഇതിന് 2 കാര്യങ്ങൾ വരുന്നുണ്ട് മെന്റൽ ഹെൽത്ത്, മെന്റൽ ഹൈജീനില്. മെന്റൽ ഇൽ ഹെൽത്തും മെന്റൽ ഇൽനെസ്സും. ഇത് രണ്ടും നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. മെന്റൽ ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ലോസ് സംഭവിച്ചു, നമ്മൾ ഡിപ്രഷനിലേക്ക് പോയി, അതൊരു ഗ്രീഫായി, താങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരില്ലേ? ദാറ്റ് മീൻസ് നമ്മുടെ ആ ഒരു മെന്റൽ ബാലൻസ് തെറ്റുവാണ്, നമ്മൾക്കൊരു സൈക്കാട്ടിക് ഡിസോർഡർ അല്ലെങ്കിൽ സ്ക്രീസോഫ്രീനിയ എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ബൈപോളർ ഡിസോർഡർ, അങ്ങനെ മാനസികമായ അസുഖങ്ങൾ, അസ്വസ്ഥങ്ങൾ വരുന്നു, നമ്മൾ ട്രീറ്റ്മെന്റിന് പോകുന്നു. ദാറ്റ് ഈസ് മെന്റൽ ഇൽനെസ്. ആൻഡ് മെന്റൽ ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാനിപ്പം ഏതെങ്കിലും പേര് ഞാൻ പറയുവാണേ, പ്ലീസ് എക്സ്ക്യൂസ്. ഞാനിപ്പോ ജിൻസിനെ പറ്റി ഞാൻ പറയാ. ജിൻസിയെ കണ്ടോ? എന്ത് ഡ്രസ്സായിട്ടിരിക്കണത്, ആ മുടി കാണിച്ചിരിച്ച കണ്ടില്ലേ? അതിന് മര്യാദയ്ക്ക് നടക്കാനും അറിയില്ല. ദാറ്റ് മീൻസ് ഞാൻ എല്ലായ്പ്പോഴും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് എന്റെ മെന്റൽ ഇൽ ഹെൽത്ത് ആണ്. അസൂയക്കും കുശുമ്പിനും മരുന്നില്ല എന്ന് നമ്മൾ പറയുന്ന പോലെ ദാറ്റ് ഇസ് മെന്റൽ ഇൽ ഹെൽത്ത്. അത് മാറണമെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. അപ്പൊ അതുകൊണ്ട് മെന്റൽ ഇൽനെസ്സും മെന്റൽ ഇൽ ഹെൽത്തും എന്താണെന്നുള്ളത്, അത് രണ്ടും മെന്റൽ ഹെൽത്തിൽ വരുന്നതാ. നമ്മളുടെ അപ്പൊ എന്റെ മെന്റൽ ഹൈജീൻ വളരെ ലോ ആണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേലോ. അപ്പൊ ദാറ്റ് മീൻസ് എനിക്ക് മെന്റൽ ഹെൽത്തും വളരെ ലോ ആണ്. അപ്പൊ നമുക്ക് മെന്റൽ ഹെൽത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ മെന്റൽ ഹൈജീൻ കറക്റ്റ് ആയിരിക്കണം. പക്ഷെ എന്തെങ്കിലും ഷോക്ക്, ട്രോമ കൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, മാനസികമായ ബുദ്ധിമുട്ട്, ദാറ്റ് ഈസ് മെന്റൽ ഇൽനെസ്. ട്രീറ്റ്മെന്റ് വേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറപ്പി വേണ്ടി വരും. ചിലപ്പോൾ നമ്മൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് വിഷമം അനുഭവിക്കുന്നതെങ്കിൽ അയാൾക്ക് ഒരു പക്ഷേ നമ്മളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്താൽ മതിയാവും, അല്ലെങ്കിൽ കുറച്ച് സമയം സംസാരിക്കുമ്പോൾ അയാൾ ഓക്കെ ആവും. നമ്മൾക്കറിയാലോ, നമ്മളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സിനോ ആരുടെയെങ്കിലും വീട്ടിൽ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ എത്തണത്? കാരണം നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ വിഷമിക്കുവാണ്. അപ്പൊ അയാൾക്ക് നമ്മളുടെ ഒരു സപ്പോർട്ട് വേണം. അതാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിനൊരു മുറിവേക്കുമ്പോൾ അതൊന്ന് ട്രീറ്റ് ചെയ്യാൻ, നമുക്ക് പറഞ്ഞ ശരീരത്തിന് മുറിവ് വന്നാൽ നമ്മൾ എന്താ ചെയ്യാ? മരുന്ന് വെക്കുന്നു, അത് ഉണങ്ങുന്നുണ്ടോ എന്ന് നോക്കുന്നു, ദിവസവും ഡ്രസ് ചെയ്യുന്നു. ഉണങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ സ്കാറ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, അതിന്റെ നമ്മുടെ ബ്യൂട്ടി ഇതിനെ ബാധിക്കുന്ന കാര്യമാണല്ലോ ഈ സ്കാർ എന്ന് പറയുന്നത്. അപ്പൊ അത് സ്കാർ കാണാതിരിക്കാൻ, ഇത് മാറാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ടോ എന്ന് അന്വേഷിച്ചു പോയി നമ്മൾ അത് കറക്റ്റ് ആക്കും, അല്ലെ? ആ കാര്യത്തിൽ നമ്മൾ ഒട്ടും പിന്നിലല്ല, നമ്മളത് കറക്റ്റ് ആക്കും. പക്ഷെ മനസ്സിനൊരു മുറിവേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കറക്റ്റ് ആക്കും? അത് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. അപ്പൊ നമ്മൾ അതുപോലെ കെയറിങ് ആയിരിക്കണം, കമ്പാഷനേറ്റ് ആയിരിക്കണം, അഫക്ഷനേറ്റ് ആയിരിക്കണം, അല്ലെ? നമുക്ക് ഫസ്റ്റ് എയ്ഡ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യാൻ അറിയേണ്ടത്, നമ്മൾക്ക് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ അറിയണം. ആസ് എ മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിട്ട് പോകുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളിൽ വരുന്നവരുണ്ടാവും. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റണം. അത് മനസ്സിലാക്കി അവർക്ക്
സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. മേ ബി അവരുടെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും, അവരുടെ പാരന്റ്സ് എന്തെങ്കിലും ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകും. കാരണം അറിയാം, ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുമായിട്ട് മാത്രമല്ല കണക്ഷൻ, പാരന്റ്സുമായിട്ട് കണക്ഷൻ ഉണ്ടാവും അല്ലെ. അപ്പൊ പാരന്റ്സ് ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ പാരന്റ്സിന് നമ്മുടെ അടുത്ത് ഓപ്പൺ അപ്പായി വന്ന് പറയാനായിട്ട് പറ്റണം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാകും, പ്രായമായവരുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെ പ്രായമായ ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം, ക്രോണിക് ഡിസീസ് വന്ന അസുഖത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും. അവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കുറേ അവരുടെ വിഷമം മാറും അല്ലെ. നമ്മൾ അവരെ മൈൻഡ് ചെയ്യാതിരിക്കുവോ അങ്ങനെയൊക്കെ ആണെങ്കിൽ അപ്പൊ അവരെയും എല്ലാരെയും നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യാം. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് PFA എങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അതാണ് ശരിക്കും PFA എന്ന് പറയുന്നത്. PFA കൊടുക്കുന്ന ആള്, നമ്മൾ ഫസ്റ്റ് എയ്ഡ് പഠിച്ചു, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആള് നല്ല അലേർട്ട് ആയിരിക്കണം അല്ലെ. ആ ഒരു ഇൻസ്റ്റന്റില് പ്രോംപ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം. PFAയും അത് തന്നെ. PFA കൊടുക്കുമ്പോൾ നമ്മൾ അവിടെ ഏറ്റവും നമുക്ക് വേണ്ടുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയം കൊണ്ട് കേൾക്കാൻ നമുക്ക് പറ്റണം. നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞ അയാളെ ജഡ്ജ് ചെയ്യില്ല. ഓരോരുത്തർക്കും അവരവരനുഭവിക്കുന്ന സങ്കടം ഡിഫറെന്റ് ആയിരിക്കും, അതിന്റെ ഗ്രേഡ് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ എനിക്ക് ചില കാര്യങ്ങളിൽ എനിക്കത് ഭയങ്കര വിഷമമൊന്നും ആയിരിക്കില്ല. അപ്പൊ എനിക്ക് ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, ഞാനത് ബോധർ ചെയ്യുന്നില്ല, അപ്പൊ എനിക്കതൊരു വിഷമമല്ല. പക്ഷെ വിനീതയ്ക്ക് മാർക്ക് കുറഞ്ഞപ്പോ ഭയങ്കര സങ്കടമായി. ഞാൻ വന്നിട്ട് വിനീത പറയും, ഇതൊക്കെ സില്ലി അല്ലേ, അങ്ങനെ പറയാനേ പാടില്ല. വിനീതയുടെ വിഷമം വിനീതയുടെ വിഷമാണ്, എന്റെ വിഷമം എന്റെ വിഷമാണ്, എന്റെ പേടി എന്റെ പേടിയാണ്, വിനീതയുടെ പേടി വിനീതയുടെ പേടിയായിരിക്കും. ഇപ്പൊ ഓരോരുത്തർക്കും അത് ഡിഫറെന്റ്. അപ്പൊ നമ്മൾക്ക് ജഡ്ജ് ചെയ്യരുത്. നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം PFA കൊടുക്കുന്ന ഒരു വ്യക്തി. പിന്നെ അവരുടെ കഥ കേൾക്കുവാണ് നമ്മൾ, അവരുടെ വിഷമങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. മേ ബി വളരെ സില്ലി ആയിട്ടുള്ള കാര്യമായിരിക്കാം, പക്ഷെ അവർക്കത് വലിയൊരു കാര്യമാണ്, അവർക്കത് ഭയങ്കര വിഷമം. പക്ഷെ ആ ഒരു എമ്പതി നമുക്ക് തോന്നണം, അവരുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് അവരുടെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. അപ്പൊ ഹൃദയം കൊണ്ട് കേൾക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മരുന്ന്. കേൾക്കാൻ ഒരാളുണ്ടാവുന്നത് തന്നെയാണ് അതിനുള്ള മരുന്ന്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അത് തന്നെയാണ്. ആഫ്റ്റർ എക്സാം നിങ്ങൾ ആ PDF ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. എക്സാമിന് വേണ്ടിയിട്ട് അതിന് പ്രിപ്പയർ ചെയ്യേണ്ടതൊന്നുമില്ല. അത് അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം, ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയിട്ട് പോകുമ്പോൾ നമ്മൾക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മുടെ മുന്നിൽ വിഷമിച്ച് വരുന്നൊരു കുഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞിന്റെ പാരന്റ്സ്, അവർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ ആരെയും കാശ് കൊടുത്ത് സഹായിച്ച വിഷമം മാറ്റി ആ പരിപാടി ചെയ്യരുത്. അവർക്കൊരു സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അവർക്ക് ആ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ലോക്കൽ അതോറിറ്റീസ് ഉണ്ടാവും, വീട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പഠിക്കാൻ ധനസഹായം, അവർക്ക് അതിനെ നമുക്ക് കണക്ട് ചെയ്യാം. അങ്ങനത്തെ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. ഒരിക്കലും അതെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പാടില്ല നമ്മൾ ശരിക്കും കാശ് കൊടുത്ത് ഹെൽപ്പ് ചെയ്യാന്നുള്ളതല്ല. ഇനി അതല്ല, ഒരു ഹ്യൂജ് എമൗണ്ട് അവരുടെ ഒരു ട്രീറ്റ്മെന്റിന് വേണം, അങ്ങനെ അവർ അത്രയും ഫിനാൻഷ്യലി ഇതല്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. നമുക്കങ്ങനെ കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ലല്ലോ. അപ്പൊ അതാണ് PFAയിൽ വരുന്ന കുറെ കാര്യങ്ങൾ. അതാ അവർക്ക് കിട്ടാവുന്ന സർവീസസിന്റെ കണക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റണം. പിന്നെ നമ്മൾ അവരെ കേൾക്കുക, അവരെ ജഡ്ജ് ചെയ്യരുത്. അതിനേക്കാളും വലിയ വിഷമം ഞാൻ അനുഭവിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ വീരകഥകൾ പറയാൻ പോകരുത്. പിന്നെ അവരെ പ്രഷർ ചെയ്യരുത്, സംസാരിക്കാൻ വേണ്ടി പ്രഷർ ചെയ്യരുത്. ചിലപ്പോൾ സമയം എടുക്കും സങ്കടം പറയാനായിട്ട്. വൺസ് അവർ ഓപ്പൺ അപ്പ് ആവാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് അവര് പിന്നെ നമ്മളോട് അത് പറഞ്ഞു, പിന്നെ അവരങ്ങ് റിലീവ് ആകും. അത് മതി, അതാണ് അതിന്റെ ഒരു മരുന്ന്. ഓക്കെ, അപ്പൊ അതാണ് PFA. ഇത്രയേ ഉള്ളൂ PFAയുടെ കാര്യം. പിന്നെ നെക്സ്റ്റ് മോണ്ടിസോറി ടേംസ് യൂണിറ്റ് 10. അത് ഞാൻ പെട്ടെന്ന് എടുത്തു പോയൊരു ചാപ്റ്റർ ആയിരുന്നു, പോർഷൻ തീർക്കാനുള്ളതുകൊണ്ട്. അതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ. അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് കൊച്ചുകുട്ടി ആയിരിക്കുമ്പോ തന്നെ പൊരുത്തപ്പെട്ടു പോവുക എന്ന്. നമ്മുടെ ഒരു റിലീജിയസ് ബിലീഫില് മാരേജ് ചെയ്യുമ്പോൾ അങ്ങനെ എന്തോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് പൊരുത്തപ്പെട്ടു പോവുക. അവിടെ എന്ന് വെച്ചാൽ നിർബന്ധിച്ച് കോംപ്രമൈസ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, ഇഷ്ടത്തോടു കൂടിയുള്ള അഡ്ജസ്റ്റ്മെന്റ്. അതാണ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അഡാപ്ഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റഡ് ആകുന്ന ആൾക്ക് ഏതൊരു എൻവയോൺമെന്റിലും അവർക്ക് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട് പറ്റും. അതേസമയം ഒരു കാര്യവുമായിട്ട് പൊരുത്തപ്പെടാത്ത, ചെറുപ്പത്തിലേ തുടങ്ങി പൊരുത്തപ്പെടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അഡൾട്ട് ആവുമ്പോൾ അയാൾക്ക് ഒരു സാഹചര്യവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോ ഭയങ്കര ഗോൾ സെറ്റിംഗ് ഒക്കെയാണ്. അവര് പഠിക്കാൻ പോകുന്നത് വേറെ രാജ്യത്തോ വേറെ സ്ഥലത്തോ ഒക്കെ ആയിരിക്കും.
ആ ഒരു സിറ്റുവേഷനുമായിട്ട് അവർ നല്ല രീതിയിൽ ഇണങ്ങി വരണമെങ്കിൽ ചെറുപ്പം തുടങ്ങിയേ അവർ ശീലിക്കണം അല്ലെ. അതുകൊണ്ട് അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്നുള്ള വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മോണ്ടിസോറി ടേംസിൽ. ഡെവലപ്മെന്റ് നമുക്കറിയാം, കുട്ടികളുടെ ഓരോ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആ ചെറുപ്പം തുടങ്ങി അവർ അഡൾട്ട്ഹുഡിലേക്ക് ഡെവലപ്പായി വരുന്നു. പിന്നെ എഡ്യൂക്കേഷൻ, മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അവനവനിൽ നിന്ന് തുടങ്ങണം, അല്ലാതെ ഒരു സബ്ജക്ട് റിലേറ്റഡോ ഒരു ടെക്സ്റ്റ് ബുക്ക് റിലേറ്റഡോ അല്ല. അത് വൈഡാണ്, ഔട്ട് ഓഫ് ബോക്സ് നമ്മൾ ചിന്തിക്കണം. അതിന്റെ സിലബസിലുള്ളത് മാത്രം പഠിക്കുന്ന ഒരു കാര്യമല്ല എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ദ ബോക്സ് നമ്മൾ എപ്പോഴും ചിന്തിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓരോ ആളുടെ ഡെവലപ്മെന്റിന് ആണ് മറിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഹോർമോൺസ് എന്ന് കേട്ടിട്ടുണ്ട്. മോണ്ടിസോറി ആ ഒരു വേർഡ് കടമെടുത്തേക്കുവാണ്, ഹോം എന്നുള്ളൊരു ഇത് കടമെടുത്തേക്കുക. ഇതെന്ന് പറയുന്ന ഒരു വൈറ്റൽ ഫോഴ്സ് ആണ്. മറിയ മോണ്ടിസോറിയുടെ അഭിപ്രായത്തില് ഹോം എന്ന് പറയുന്ന ഒരു വൈറ്റൽ ഫോഴ്സ് ആണ് നമ്മളെ പല കാര്യങ്ങളും ചെയ്യുക. അപ്പൊ നമ്മളുടെ ഉള്ളിലെല്ലാം ഈ ഹോർമോൺസ് അല്ലെങ്കിൽ ഈ ഒരു വൈറ്റൽ ഫോഴ്സ് ഉണ്ട്. അത് ശരിയായ രീതിയിലേക്ക് ഡയറക്റ്റ് ചെയ്ത് അതൊരു പൊട്ടൻഷ്യൽ അല്ലെ, നമ്മളുടെ ഒരു കപ്പാസിറ്റി, അതിനെയാണ് മറിയ മോണ്ടിസോറി ഹോം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളെ പല കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട് ഈ വൈറ്റൽ ഫോഴ്സ് യൂസ് ചെയ്യാം. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ കാണാലോ ക്ലാസ് റൂമുകളിൽ. അപ്പൊ എന്ത് ചെയ്യും, അവരെ മാക്സിമം പണിയെടുപ്പിക്കുക, അവരുടെ ആ എനർജി മുഴുവനും നല്ല സൈഡിലേക്ക്. ചില വികൃതികളായ കുട്ടികളെ ക്ലാസ് ലീഡർ ആക്കും. ക്ലാസ് ലീഡർ ആക്കുമ്പോഴേക്കും അവർ ഭയങ്കര സബ്മിസീവായിട്ട് ഭയങ്കര മിടുക്കന്മാരായിട്ട് ആ ഡ്യൂട്ടി നല്ല രീതിയിൽ ചെയ്യില്ല. അപ്പൊ അവരുടെ ആ ഒരു എക്സ്ട്രാ എനർജിയെ നല്ല കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടും, യൂസ് ചെയ്യും. ആ ഒരു എക്സ്ട്രാ എനർജി എന്ന് പറയുന്നത് ആ ഒരു വൈറ്റൽ ഫോഴ്സ്, അതാണ് ഹോം എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് യൂസ് ചെയ്ത വേർഡായിരുന്നു നീം, MNEME. നീം എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മെമ്മറി, അത് പിന്നെ കോൺഷ്യസ് ആയിട്ട് മാറുന്നു. ഈ നീം എല്ലാ ജീവനുള്ള വസ്തുക്കളിലും ഉണ്ടെന്നാണ് പറയുന്നത്. അത് പ്ലാന്റ്സിലും ഉണ്ട്, അനിമൽ ലൈഫിലും ഉണ്ട്. അതായത് ഫ്ലോറ പ്ലാന്റ് ലൈഫിലും ഫോണ അനിമൽ ലൈഫിലും ഈ നെയിം ഉണ്ട്. ഈ മെമ്മറി ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാത്തിലും. അതാണ് നമുക്കറിയാം, നമ്മുടെ ചെടികൾ വളരുന്നു. ഇപ്പം ഒരു ഗാർഡന്റെ അടുത്തൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഗാർഡനിലെ ചെടികൾ നല്ല രീതിയിൽ വളരുന്ന പറയാം. കാരണം കുട്ടികളുടെ ഇങ്ങനെ വർത്തമാനങ്ങളും എല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടല്ലേ അവര് വളരുന്നത്. അതുപോലെ നമ്മൾ നമ്മുടെ വീട്ടിലെ ഗാർഡനിലെ ചെടികളോട് ഒന്ന് സംസാരിച്ചു നോക്കൂ, ഭയങ്കര മാറ്റമായിരിക്കും കാണാം. അപ്പൊ നിങ്ങൾക്ക് പരീക്ഷയൊക്കെ ആവുന്ന ഒരു കാര്യമാണ്. നമ്മൾ ചെടി നനയ്ക്കുമ്പോഴോ റീപോർട്ട് ചെയ്യുമ്പോഴോ റീപ്ലാന്റ് ചെയ്യുമ്പോഴോ ചെടിയുടെ അവിടെ എല്ലാം പുല്ലൊക്കെ പറിച്ചു കളഞ്ഞ് അതൊക്കെ വൃത്തിയാക്കുമ്പോഴോ നമ്മൾ അതിനോട് സംസാരിച്ച് ചെയ്യുമ്പോൾ അവിടെ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതാണ് ഈ എല്ലാ ലിവിങ് തിങ്സിലും ഉള്ളതാണ് നെയിം എന്ന് പറയുന്നത്. ഓക്കെ, റീപ്രൊഡക്ഷൻ സംഭവിക്കുന്നതും ഈ രണ്ട് ലിവിങ് തിങ്സിലും ഉണ്ടല്ലോ. ഹ്യൂമൻസിലും ഉണ്ട്, പ്ലാന്റ്സിലും ഉണ്ട് അല്ലെ. അതായത് അനിമൽ ലൈഫിലും ഉണ്ട് പ്ലാന്റ്സ്, ഹ്യൂമൻസ് അല്ല, അനിമൽ ലൈഫിലും പ്ലാന്റ്സിലും ഉണ്ട്. അപ്പോ നീം എന്ന് പറയണത് അതാണ്. പിന്നെ ഈ എല്ലാ അനിമൽസും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ അഡാപ്റ്റേഷൻ, നമ്മൾ ആദ്യം പറഞ്ഞ അഡാപ്റ്റേഷൻ പോസിബിൾ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു റീപ്രൊഡക്ഷൻ സംഭവിക്കുള്ളൂ. അതിന് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ദിനോസേഴ്സ്, അവരങ്ങ് നശിച്ചു പോയില്ലേ. അവർക്ക് മാറി മാറി വരുന്ന ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് അഡാപ്റ്റഡ് ആകാൻ പറ്റിയില്ല. അതാണ് അവരുടെ വംശം അങ്ങ് നശിച്ചു പോയത്. അപ്പൊ അതിന് പകരം പിന്നെ ഉണ്ടായ മാമൽസ് എന്ന് പറയുന്നത്, റീപ്ലേസ് ചെയ്ത മാമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ പറ്റുന്ന രീതിയിൽ, അതൊക്കെ നേച്ചറിന്റെ ഒരു വണ്ടേഴ്സ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഉള്ളതാണ് നെബുലി. നെബുലി എന്ന് പറയുന്നത് എന്താ പറയാ, ഇത് ഈ നമുക്ക് ഈ നെയിമും ഹോമും വേണമെങ്കിൽ, അതായത് ഒരു എനർജി ഉണ്ട്, നമുക്കൊരു മെമ്മറി ഉണ്ട്. ഇതിനെ രണ്ടിനെയും ട്രിഗർ ചെയ്യാൻ വേണ്ടുന്ന ഒരു ടേമാണ് നെബുല എന്ന് പറയുന്നത്. ഇതെല്ലാം മറിയ മോണ്ടിസോറി കടമെടുത്ത ഓരോ വാക്കുകളാണ് അല്ലെ. ഈ നെബുലയും ഹോമും നീമും എല്ലാം അവർ കടമെടുത്ത. നെബുല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആളുകൾക്കെല്ലാം സ്വഭാവ സവിശേഷതകളുണ്ട്. നമ്മളുടെ പേഴ്സണൽ ട്രേറ്റ്സ് എന്ന് പറയും, ബിഹേവിയറൽ പാറ്റേൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അതുപോലെ മനുഷ്യരിൽ കുറെ സ്വഭാവ സവിശേഷതകൾ, ഗുണങ്ങൾ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അതാണ് നെബുല എന്ന് പറയുന്നത്. അപ്പം അതായത് ഇപ്പോ ഒരു ലാംഗ്വേജ് പഠിക്കണം,
പുതിയതായിട്ടൊരു ലാംഗ്വേജ് പഠിക്കാൻ നമുക്ക് ആ ഒരു ട്രിഗറാ. അത് ആണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ പറയാ, നമുക്കിപ്പോ ഒരു നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ജർമ്മനിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ അതുവരെ അയ്യോ എനിക്ക് ജർമ്മൻ പഠിക്കാൻ വയ്യേ വയ്യേ എന്ന് പറയുന്നത് നമ്മൾ അതിലേക്ക് എയിം ചെയ്ത് നമ്മൾ ആ ലാംഗ്വേജ് പഠിക്കും. ദാറ്റ് ഇസ് ആ ഒരു നമ്മുടെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് അത് നമ്മളുടെ ആ ഒരു സ്വഭാവ സവിശേഷതയാണത്. പുതിയതായി എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനുള്ള ഒരു ടെൻഡൻസി, ദാറ്റ് ഇസ് നെബുല. അതാണ് നെബുല വരുന്നത്. അപ്പം മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റുമായിട്ടല്ല ശരിക്കും ജനിക്കുന്നത്. പക്ഷെ ഈ നെബുലയാണ് ഇയാളെ ആ ഒരു സ്വഭാവ ഇതിലേക്ക് കൊണ്ടുപോകുന്നത്, ആ ഒരു ബിഹേവിയറൽ പാറ്റേണിലേക്ക്, ഈ ഉള്ളിലുള്ള ഈ ഒരു നമ്മളെ ട്രിഗർ ചെയ്യാന്നൊക്കെ പറയില്ലേ. പലപ്പോഴും കുട്ടികൾ ചെറിയ പ്രായത്തിലൊന്നും അവർക്ക് അറിയില്ല ഏത് ജോലിയിലേക്ക് പോകണം, എന്ത് കോഴ്സ് പഠിക്കണം എന്ന്. പക്ഷെ പെട്ടെന്ന് ഒരു ഇൻസിഡന്റിൽ വരുമ്പോൾ അവരുടെ ആ എയിം അങ്ങ് സെറ്റ് ആവുക. മേ ബി +1 അല്ലെങ്കിൽ +2 എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവര് അതുവരെ വേറെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും. ആ ഒരു ടൈം ആകുമ്പോൾ പെട്ടെന്ന് ഒരു ഫോക്കസ് ആവുന്നു. അതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഇൻബോൺ ആയിട്ടുള്ള ഈ ഒരു നെബുലയാണ്. ജനിക്കുമ്പോഴേ അവർക്ക് അറിയില്ല എന്തിലേക്ക് എയിം ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റ് എത്തുമ്പോഴേക്കും അത് അവരിൽ തന്നെ ഡെവലപ്പ് ചെയ്തു വരുന്നു. ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വർക്ക്ഔട്ട് ആവുന്നു. ഈ നെബുലയെന്നുള്ള ഇൻസ്റ്റിങ്ക്റ്റ് വർക്ക്ഔട്ട് ആവുന്നു. അതാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് പറഞ്ഞത്. അതായത് മൃഗങ്ങൾക്ക് അത് ജനിക്കുമ്പോഴേ വരുന്നു ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്. പക്ഷെ മനുഷ്യരിൽ അത് ലേറ്റ് ആവുകയാണ്. അതാണ് നെബുല എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം എല്ലാവരും ഒരേപോലെയല്ല, ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. പലരും നിറത്തിൽ വ്യത്യാസം, കണ്ണില് വ്യത്യാസം, മുടിയില് വ്യത്യാസം, അല്ലെ, ഫിസിക്കൽ പല കാര്യങ്ങളിലും വെയിറ്റ്, ഹൈറ്റ്, കളർ ഓഫ് സ്കിൻ, കളർ ഓഫ് ഐ, അതിലൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ മെന്റൽ ഡിഫറൻസിലും വ്യത്യാസമുണ്ട്. അതായത് ബുദ്ധിയുടെ ലെവലില് ചിലർക്ക് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള കഴിവുകളായിരിക്കും, ചിലർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കഴിവുകളായിരിക്കും, ചിലർക്ക് ഭയങ്കര കോൺസെൻട്രേഷൻ പവർ ആയിരിക്കും, ചിലർക്ക് പവർ ഓഫ് ഇമാജിനേഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു വീട് വെക്കാനൊക്കെ ആയിട്ട് തീരുമാനിച്ചിരിക്കുവാണ്. അപ്പം വീടിന്റെ സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ കോൺട്രാക്ടർ വന്നിട്ട് വീടിന്റെ ഒരു പ്ലാൻ പറയുമ്പോൾ ചിലർക്ക് അത് മനസ്സിൽ കാണാൻ പറ്റും ആ ഒരു രൂപം, ചിലർക്ക് അത് പറ്റുണ്ടാവില്ലായിരിക്കും. അങ്ങനെ ഓരോരുത്തരുടെയും ഇന്റലിജൻസ് ലെവൽ ഡിഫറെന്റ് ആണ്. പിന്നെ മോട്ടോർ എബിലിറ്റി, PT ഉഷ നല്ല സ്പീഡിൽ ഓടുമായിരിക്കും, നമുക്ക് അത്രയും സ്പീഡ് ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് വേറെ കാര്യങ്ങളിലായിരിക്കും സ്പീഡ്. നമുക്ക് വേണമെങ്കിൽ 10 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പെട്ടെന്ന് നമുക്ക് പറ്റുമായിരിക്കും. അങ്ങനെ നമ്മളുടെ മോട്ടോർ എബിലിറ്റി അതും ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ്, അഭിരുചി, അതും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ വരും. അത് ഞാൻ പാർട്ട് 3 മാത്രമേ പറഞ്ഞുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പാർട്ടിൽ നിന്നും എന്തെങ്കിലും അറിയണമെന്നുണ്ടോ? സൈക്കോളജി. സൈക്കോളജി. നമ്മൾ സൈക്കോളജി എന്നുള്ള ഭാഗം കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് പണ്ടത്തെ ഒരു സ്റ്റിഗ്മ, പണ്ടത്തെ ആ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സൈക്കോളജിസ്റ്റിനെ കാണാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും എന്തോ പ്രശ്നമുണ്ട് അതാണ്. പക്ഷെ ഇപ്പൊ അത് മാറി, കുറച്ചുകൂടെ പോസിറ്റീവ് വേയിൽ ആൾക്കാർ അതിനെ കാണാൻ തുടങ്ങി, അല്ലെ. എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ സൈക്കോളജിയുടെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുന്നിൽ വരുന്നത് യുണീക്ക് ആയിട്ടുള്ള കുട്ടികളാണ്. യുണീക്ക് ആയി വരുന്ന കുട്ടികളെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അവരുടെ ബിഹേവിയർ മനസ്സിലാവണം. സൈക്കോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സയൻസ് ഓഫ് ബിഹേവിയർ. ആളുകളുടെ സ്വഭാവം മനസ്സിലാക്കുന്ന ഒരു സയൻസ് ആണ് സൈക്കോളജി എന്ന് പറയുന്നത്. അത് എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ വന്നപ്പോൾ അതിന് ഭയങ്കര വൈഡ് ആക്സെപ്റ്റൻസ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഓരോ വർഷവും അക്കാദമിക് ഇയറിൽ പല പല മാറ്റങ്ങൾ വരുന്നത്. ടീച്ചേഴ്സിന് സൈക്കോളജിയുടെ കുറെ ട്രെയിനിങ് സെഷൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളുടെ കോഴ്സിന്റെ കൂടെ സിലബസിൽ ഉണ്ടാകും, BEd പഠിക്കുന്നവർക്കും ഉണ്ടാവും, അതുപോലെ മോണ്ടെസോറിയിലും ഉണ്ട്. അതുകൊണ്ടാണ് PFA കൂടെ ഞാൻ നിങ്ങളൊന്ന് അറിയണം എന്ന് പറഞ്ഞത്. അത് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ആണ്, അല്ലെ. അപ്പൊ സൈക്കോളജിയുടെ കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരാളുടെ മനസ്സ് മനസ്സിലാക്കി അയാൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ നമ്മൾ PFA അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് PFAയുടെ ഇമ്പോർട്ടൻസ് അതിനകത്ത് വന്നത്. പിന്നെ എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ സൈക്കോളജി പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? എടുക്കട്ടെ.
ഇപ്പൊ ടീച്ചേഴ്സും സൈക്കോളജിയും ഇമ്പോർട്ടന്റ് ആവാൻ കാരണം ചൈൽഡ് ആൻഡ് ഹിസ് ബിഹേവിയർ അത് മനസ്സിലാക്കാൻ ടീച്ചേഴ്സിനെ ഈ സൈക്കോളജി ഹെൽപ്പ് ചെയ്യും. ആ ഒരു പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അവർ വളരെ ചെറുതാണല്ലേ കുഞ്ഞുങ്ങള്, നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾ ആ ഒരു ഏജിലാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് അവരെ സംബന്ധിച്ച് അവർക്ക് കുറെ കൺഫ്യൂഷൻസ് ഉണ്ട്. അവര് സൊസൈറ്റിനെ പറ്റിയൊക്കെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി അവർക്ക് ഭയങ്കരമായ അവയർനെസ് ഒന്നും ഉണ്ടാവില്ല. ഒക്കെ അതുകൊണ്ട് ഈ കുട്ടികളെ വളരെ കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യാനായിട്ട് ടീച്ചർമാർക്ക് പറ്റണം. ഇപ്പൊ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആണെങ്കിലും ഒരു സാധാരണ സ്കൂളിലെ ടീച്ചർ ആണെങ്കിലും വളരെ സെൻസിറ്റീവും സൂക്ഷ്മവും സബ്റ്റിലുമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും കുട്ടികളുടെ കാര്യങ്ങളിൽ വരുന്നത്. നമ്മൾ കുറെ ഇവരോട് സംസാരിച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ കുറെ വിഷമങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ പലപ്പോഴും ഉണ്ടാവും. മേ ബി വീട്ടിലുള്ള പ്രശ്നങ്ങള്, അല്ലെങ്കിൽ അവര് പലപ്പോഴും കുട്ടികളെ അബ്യൂസീവ് ഇതാകുന്നത്. പെൺകുട്ടികൾ പിന്നെയും ഓപ്പൺ അപ്പ് ആവുമായിരിക്കും. ആൺകുട്ടികൾ അബ്യൂസീവിന് ഇതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആരോടാ എന്താ പറയേണ്ടതെന്ന് അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ആണ് സൈക്കോളജിയുടെ ഒരു ഇമ്പോർട്ടന്റ്. കുട്ടികളുടെ ബിഹേവിയർ മനസ്സിലാക്കണം, അവരുടെ ജനറൽ ആയിട്ടുള്ള ഒരു ബിഹേവിയറും ഒരു ഗ്രൂപ്പിലേക്ക് അവരെ കൊണ്ട് ചെല്ലുമ്പോൾ ആ ഗ്രൂപ്പിൽ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഒറ്റയ്ക്കുള്ളത്, പിന്നെ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അവര് ഏത് സൊസൈറ്റിന്നാണ് വരുന്നത്, മീൻസ് അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എങ്ങനെയുള്ള സൊസൈറ്റിയാണ്, ഓൺ ഹൗസ് ആണോ റെന്റഡ് ആണോ, എല്ലാം ഫാക്ടേഴ്സ് തന്നെയാണ്. ഇതെല്ലാം മനസ്സിലാക്കണം നമ്മളൊരു കുഞ്ഞിനെ നമ്മുടെ മുന്നിലേക്ക് ഒരു കുഞ്ഞ് വരുമ്പോൾ. ഇതാണ് സൈക്കോളജിയുടെ കാര്യം വരുന്നത്. എഡ്യൂക്കേഷണൽ സെറ്റിങ്സിന്റെ അതിന്റെ ഇമ്പോർട്ടൻസ് അതാണ്. നമ്മൾ കുട്ടിയെ സബ്ജക്റ്റ് പഠിപ്പിച്ചു വിടുക എന്നുള്ളതല്ല, കുട്ടിയെ മനസ്സിലാക്കി അവന്റെ നീഡ്സ് മനസ്സിലാക്കി അവൻ എന്ത് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ സൈക്കോളജി ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? ആ. എനിക്ക് അശ്വതി മാം പഠിപ്പിച്ചതാണ്, അത് ഇപ്പൊ മാമിന് ചോദിക്കാൻ പറ്റുമോ? പിന്നെന്താ, തീർച്ചയായിട്ടും. ഡിഫൻസ് മെക്കാനിസത്തില് ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ, കോമ്പൻസേഷൻ, റേഷണലൈസേഷൻ, അങ്ങനെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വൺ വേർഡ് പോലെ ഒന്ന് പറഞ്ഞുതരാമോ? പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, നമ്മൾക്ക് വേർഡ് മീനിങ് ഒക്കെ നോക്കാനായിട്ടൊരു ആപ്പ് ഉണ്ട്, വേർഡ് വെബ്. നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? ഡിഫൻസ് മെക്കാനിസം പറഞ്ഞപ്പോ അത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേർഡ് വെബ് എന്ന ആപ്ലിക്കേഷൻ നമുക്ക് വേർഡിന്റെ മീനിങ് മാത്രം നോക്കാനല്ല, ആ കുറേ കാര്യങ്ങൾ ആ വേർഡിനെ കുറിച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യും. എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണം, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണ്, അത് വെച്ചൊരു സെന്റൻസ് മേക്കിംഗ് ഉണ്ടാവും, അങ്ങനെയൊക്കെ. ഈ ഡിഫൻസ് മെക്കാനിസത്തിൽ ഓരോ ടേംസ് ഇല്ലേ, റാഷണലൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ആ വേർഡ് വെബിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സൈക്കോളജിയിൽ അത് എന്താന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഡിഫൻസ് മെക്കാനിസം. ഇപ്പോ ഓരോ നമ്മൾക്കറിയാം, നമുക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ അതിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ പല മെത്തേഡ് അല്ലെ. ഞാൻ പോയി ഒരു എക്സാം എഴുതി, എനിക്ക് എക്സാം ഭയങ്കര ടഫായിരുന്നു. അപ്പൊ ഓക്കെ, ടഫ്, അപ്പൊ ഈ ടഫാന്നുള്ളത് എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോണ്ട് ചെയ്തോണ്ടിരിക്കൂല്ലേ. പക്ഷെ ആ വിഷമത്തിൽ നിന്ന് മാറാൻ ഞാനൊന്ന് ഡീവിയേറ്റ് ചെയ്ത് വേറെ എന്തെങ്കിലും, കുഴപ്പമില്ല അടുത്ത ചാൻസ് ചെയ്യും. അല്ലെങ്കിൽ എല്ലാവർക്കും ടഫാന്ന് കേൾക്കുമ്പോൾ ഒരു സമാധാനം, എനിക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും ടഫാണല്ലോ. നമ്മുടെ അത് മൈൻഡിന്റെ ഒരു ഡിഫൻസ് മെക്കാനിസം, നമ്മളുടെ ആ ടഫ് സിറ്റുവേഷനെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം. അപ്പൊ ഇതില് പല രീതിയിലും ഡിഫൻസ് മെക്കാനിസം പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഡിഫൻസ് മെക്കാനിസത്തെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് അതിനെപ്പറ്റി എഴുതിയിരിക്കുന്നത് ഫേമസ് സൈക്കോ അനാലിസ്റ്റ് ആയ സിഗ്മണ്ട് ഫ്രോയിഡും അദ്ദേഹത്തിന്റെ മകൾ ആൻ ഫ്രോയിഡും ആണ്. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അവരുടെ ഒബ്സർവേഷൻസ്. ഓക്കെ, കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്കിപ്പോ ഒരു കുറവുണ്ട്. അതിപ്പോ എനിക്ക് നല്ല പോലെ പാട്ട് പാടാൻ അറിയില്ല, അതെന്റെ ഒരു കുറവായിട്ട് ഞാനങ്ങ് വിചാരിക്കുക. പക്ഷേ അതിനെ എനിക്കൊന്ന് മേക്കപ്പ് ചെയ്യണം. എനിക്ക് ആ കുറവുണ്ടെങ്കിലും ഞാൻ വേറൊരു കാര്യത്തില് ടോപ്പാണല്ലോ, എനിക്കിപ്പോ നല്ലപോലെ വരയ്ക്കാൻ അറിയാമെങ്കിലും യെസ്, ഞാനപ്പോ അതിനെ ഹൈലൈറ്റ് ചെയ്യും. എന്റെ കുറവ് ഞാൻ മറച്ചു വെച്ചിട്ട് എനിക്ക് എന്തിലാണോ ഞാൻ പോസിറ്റീവ് അതിനെ ഹൈലൈറ്റ് ചെയ്യും. അതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു ഡെഫിഷ്യൻസി ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു കുറവുണ്ട്, അതിനെ നമ്മളങ്ങ് മറച്ചു വെച്ചിട്ട് നമുക്ക് എന്താണോ ഉള്ളത് അതിനെ അങ്ങ് എക്സാജറേറ്റ് ചെയ്ത് കാണിക്കും.
നമ്മളുടെ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യം നമ്മളുടെ അൺഡിസൈറബിൾ ആയിട്ടുള്ള സാധനത്തിനെ മറച്ചു വെച്ചിട്ട് ഡിസൈറബിൾ കാര്യത്തിന് നമ്മളങ്ങ് എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നു. അതാണ് കോമ്പൻസേഷൻ. അത് ക്ലിയർ ആയല്ലോ. റാഷണലൈസേഷൻ, എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് വരുന്നു. അപ്പൊ നമ്മൾ അതിന് ആ സംഭവിച്ചതിന് ഒരു ലോജിക്കൽ റീസൺ അങ്ങ് കണ്ടുപിടിക്കുക. അതായത് ആ ഒരു സമയത്ത് ബിഹേവിയർ എന്ത് അങ്ങനെയായിരിക്കും. അതായത് ഒരു കാര്യം സംഭവിച്ചു, അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മളുടെ കുട്ടികളാണെങ്കിൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഒരു പാത്രം താഴെ വീണു. ഓക്കെ, താഴെ വീണത് പൊട്ടി, അല്ലെങ്കിൽ ഭയങ്കര ശബ്ദം ഉണ്ടായി. ആ കുഞ്ഞൊന്ന് പേടിച്ചു. അപ്പൊ എന്താണ് പറ്റിയെന്ന് ചോദിക്കാനായിട്ട് അമ്മ വരുമ്പോ ഒരു സെൽഫ് ജസ്റ്റിഫൈയിങ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കും. അത് ആ പാത്രം അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ സംഭവിച്ച്, അങ്ങനെ പാത്രത്തിനെ കുറ്റം പറയുന്ന ഒരു രീതിയില്ലേ അല്ലെ, അതാണ് റാഷണലൈസേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ജസ്റ്റിഫിക്കേഷൻ നടത്തും. സൂക്ഷിക്കാതെ എടുത്തുകൊണ്ടായിരിക്കാം താഴെ വീണത്, അതല്ലാന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ഒരു ശ്രമം, അതാണ് റാഷണലൈസേഷൻ. ക്ലിയർ ആയി? നെക്സ്റ്റ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഓൺ ട്രേറ്റ്സ് ആൻഡ് ഇമോഷൻ അതിനെ വേറൊരാളിലേക്ക് അസൈൻ ചെയ്യുന്നു. അതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ട്, അൺഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേറൊരാളിലേക്ക് നമ്മളതിനെ ആക്കി തീർക്കുന്നതിനെയാണ് ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അതൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. ഓക്കെ, എന്താ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുക? അതിന്റെ ഒരു സ്പെഷ്യൽ ഫോം ഓഫ് പ്രൊജക്ഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് വന്ന ഇമോഷൻസ് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പ്രൊജക്ട് ചെയ്ത് കൊടുക്കുക, നമ്മളുടെ പ്രശ്നങ്ങൾ വേറൊരാളിലേക്ക് ആക്കി കൊടുക്കുന്നതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണ്. അതായത് ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യം ഓർത്തുകൊണ്ട് അങ്ങ് സമാധാനിക്കുന്നത്. ഇത് പലപ്പോഴും പ്രാർത്ഥന അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലേ, അതായിരിക്കും ഈ ഒരു ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണ്. നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, ലൈക്ക് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി നമ്മളൊരു പ്രെയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മളൊരു പ്രെയർ ചെയ്യാൻ പോകുന്നു. അപ്പൊ ഞാൻ എക്സാം എഴുതി, ഭയങ്കര ടഫായിരുന്നു, റിസൾട്ട് വരാറായി, അപ്പം ടെൻഷൻ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഭയങ്കര പ്രാർത്ഥനയായിരിക്കും, എനിക്ക് നല്ല മാർക്ക് കിട്ടണേ. എന്നിട്ട് അതിൽ നമ്മൾ അങ്ങ് സാറ്റിസ്ഫൈഡ് ആകും. ഞാൻ സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. അത് ആ രീതിയിൽ മാറ്റുന്നതാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻ, അതും ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണ്. അത് നമുക്ക് ഒരു ഗോളോ ഡിസയറോ ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കും, അത് എക്സ്ചേഞ്ച്ഡ് ബൈ അതേഴ്സ്, മറ്റുള്ളവരുടേതായിട്ട് മാറ്റുക എന്നുള്ളത്. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പാരന്റ് പുഷിംഗ് ഒക്കെ നടക്കുന്ന ആ ഒരു സമയത്താണ് ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. എനിക്ക് നടക്കാത്ത എന്റെ കുട്ടി ചെയ്യണം, അതിന് ഞാൻ സാറ്റിസ്ഫൈഡ് ആകണം, ആ ഒരു രീതിയിലാക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ഒറിജിനൽ ഗോൾസും ഡിസേഴ്സും വേറൊരാളുടേതായിട്ട് അങ്ങ് എക്സ്ചേഞ്ച് ചെയ്യും. സബ്ലിമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷന്റെ വേറൊരു ഫോം തന്നെയാണ് സബ്ലിമേഷൻ. നമ്മൾക്ക് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ചില ഡിസേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും, അതായത് സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യാത്ത ചില കാര്യങ്ങൾ, ലൈക്ക് അതിനെ നമുക്ക് സോഷ്യലി ആക്സെപ്റ്റബിൾ ആക്കി മാറ്റുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഈ മാരേജ് എന്ന് പറയുന്നത് സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ബന്ധമാണ് അല്ലെ, രണ്ട് വ്യക്തികളുടെ മാരേജ് എല്ലാവരും അറിഞ്ഞ് കല്യാണം നടത്തി കൊടുക്കുക എന്നുള്ളത്. അതേസമയം ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് അത്ര സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. സോ ആ ഒരു സബ്ലിമേഷൻ അതെന്ന് പറയുന്നത് അതാണ്, സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസൈറബിൾ ചാനൽസിലേക്ക് മാറ്റിയെടുക്കുക. അൺഡിസൈറബിൾ, അതായത് ഒരാളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം, അത് പക്ഷെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അപ്പൊ അതിനെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം ആക്കി ആ ചാനലാക്കി മാറ്റുന്നതാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്.
റിപ്രഷൻ എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ ഡിഫൻസ് മെക്കാനിസം ആണ്. അത് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത് ഒരു ക്ലാസിക്കൽ ഡിഫൻസ് മെക്കാനിസം ആണ്. ഇത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, പല പ്രശ്നങ്ങളിൽ നിന്നും ഐഡിയയിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. നമ്മൾക്ക് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന, നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള മെമ്മറീസ്, നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ലൈഫിൽ. അപ്പൊ അതങ്ങ് മറക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് റിപ്രഷൻ എന്ന് പറയുന്നത്. പിന്നെ റിഗ്രഷൻ. ഓക്കെ, അത് നമ്മളൊരു ചൈൽഡിഷ് മാനറിലേക്ക് പോകുന്നു, ഇമ്മാച്ചുവർ ആയിട്ടുള്ള രീതിയിലേക്ക് പോകുന്നു. അതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ, ഫേസ് ചെയ്യാൻ, അങ്ങനത്തെ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അവരത് അങ്ങോട്ട് അവരൊന്ന് അതിൽ നിന്ന് വിഡ്രോ ചെയ്യും, അതൊന്ന് റിവേർട്ട് ബാക്ക് ചെയ്യും, എന്നിട്ട് ഒരു ചൈൽഡിഷ് ലെവലിലേക്ക് മാറും. അവർക്ക് അതൊന്നും ഏറ്റെടുക്കാൻ പറ്റില്ല, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റാത്ത ചില ആളുകൾ ചെയ്യില്ലല്ലോ. അതാണ് ആ ഒരു സഫറിങ്, ഒരു കോൺഫ്ലിക്ട്, ടെൻഷൻ, അതൊക്കെ. ഇപ്പൊ കുട്ടികളിൽ ഇത് ചിലപ്പോ ക്രൈയിങ്, ബെഡ് വെറ്റിങ്, ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഒക്കെ ആയിട്ട് മാറും. ഈ ഡിഫൻസ് മെക്കാനിസം നമ്മൾ ജനറലി ആട്ടോ പറയുന്ന, വലിയ ആളുകളും കുട്ടികളിലും കാണിക്കുന്ന രീതിയിൽ. നെഗറ്റീവ്സ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ മെന്റൽ ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്, നെഗറ്റീവ്സും ആണ്. എന്തും നെഗറ്റീവായിട്ട് കാണുന്ന ഒരു രീതി, അതാണ്. എന്തും ഒരു ഇൻസൾട്ടിങ് ബിഹേവിയർ, എപ്പോഴും ബാഡ് ടെമ്പർ ടാൻട്രം എന്ന് പറയുന്നത് ബാഡ് ടെമ്പർ, ഒരു ഇൻസൾട്ടിങ് ബിഹേവിയർ, അതൊക്കെയാണ് നെഗറ്റീവ്സിൽ വരുന്നത്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ വരുമ്പോഴേക്കും അവരങ്ങ് നെഗറ്റീവ് ആവും. ഫോർ എക്സാമ്പിൾ, എന്താ പറയാ, നമ്മൾക്ക് എവിടെയെങ്കിലും പോകണം, ട്രെയിനിന്റെ ടൈമായി, നമ്മൾ സ്ട്രഗിൾ ചെയ്യുവാണ്, അപ്പൊ നമ്മുടെ കൂടെയുള്ള ഒരാള് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഇസ് നെഗറ്റീവിസം. സിമ്പത്തിസം, ചില ആളുകൾ അറ്റൻഷൻ സീക്കിംഗ് പോലുള്ള ഒരു ഡിഫൻസ് മെക്കാനിസം ആണ് സിമ്പത്തിസം എന്ന് പറയുന്നത്. അവർക്ക് മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് നോക്കും. അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ ഇങ്ങനെ പറഞ്ഞു മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് നോക്കുന്നതാണ് സിമ്പതിസം. ഇത് പ്രായമായ ആളുകളിലും ഉണ്ട്, ചെറിയ കുട്ടികളുണ്ട്. ഒരു അറ്റൻഷൻ സീക്കിങ്, എല്ലാവരുടെയും കെയർ കിട്ടണം, എല്ലാവരുടെയും ശ്രദ്ധ ഇതിലേക്ക് ഫോക്കസ് ചെയ്യണം, അതാണ് സിമ്പതിസത്തിൽ വരുന്നത്. അതായത് ചിലപ്പോ ചില ആളുകൾ കണ്ടിട്ടില്ലേ, ചെറുപ്പത്തിലെ പാരന്റ്സ് നഷ്ടപ്പെട്ടതായിരിക്കാം. ഒരു ഗ്രീഫാണ്, വളരെ ദുഃഖം തന്നെയാണ്. പക്ഷെ അത് മറ്റുള്ളവരോട് പറഞ്ഞ് ആ ഒരു വിഷമം പറഞ്ഞ് അവരുടെ ഫുൾ കെയർ എനിക്ക് മാത്രം കിട്ടണം, വേറെ ആർക്കും കിട്ടരുത്, ആ ഒരു രീതിയിൽ പറയുന്നതാണ് സിമ്പതസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിഡ്രോവൽ. ഈ വിഡ്രോവൽ എന്ന് പറയുന്ന ഡിഫൻസ് മെക്കാനിസം, അതെന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. ഒരാൾ നമ്മളെ ഭയങ്കര ദേഷ്യത്തിൽ നമ്മളോട് ഷൗട്ട് ചെയ്യുന്നു, നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ ആ ഒരു ഡിഗ്രിയിൽ അയാളോട് ഷൗട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരാവുകയല്ലേ. അതേസമയം നമ്മൾ സബ്മിസീവ് ആയി തന്നെ അതിൽ നിന്ന് പതുക്കെ ഒഴിവാകുക എന്നുള്ളതിന് പ്രശ്നം കൂടുതൽ വഷളാവുന്നില്ല. അപ്പൊ ദാറ്റ് ഇസ് റൈറ്റ് വേയിൽ യൂസ് ചെയ്യുമ്പോൾ വിഡ്രോവൽ ഒരു നല്ലൊരു ഡിഫൻസ് മെക്കാനിസം ആണ്. പക്ഷെ അത് എപ്പോഴും ചില കാര്യങ്ങളെല്ലാം വിഡ്രോവൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് പ്രോബ്ലംസ് ഫേസ് ചെയ്ത് വെറുതെ കൺഫ്യൂസ്ഡ് ആവണ്ട, പ്രശ്നമാവണ്ട എന്നുള്ള രീതിയിലാവുമ്പോൾ വിഡ്രോവൽ നല്ലതാണ്. പക്ഷെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിഡ്രോവൽ സിംറ്റംസ് നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ്, ഫാന്റസി ഓർ ഡേ ഡ്രീമിങ്. സോ ഓക്കെ, സംടൈംസ് ഇറ്റ്സ് ഓക്കെ, വളരെ രസം, നമ്മളെല്ലാം ചെയ്യുന്ന കാര്യമാണ് ഡേ ഡ്രീമിങ്. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുന്നു, എനിക്ക് ഈ എക്സാം എഴുതി കഴിഞ്ഞ് ഈ ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ലൈഫ് സെറ്റായി, എനിക്ക് മുന്നിലേക്ക് എനിക്ക് ജീവിക്കാം. പരീക്ഷ എഴുതാൻ പോണേ ഉള്ളൂ, എനിക്ക് പഠിച്ചു മുഴുവനായിട്ടില്ല. അതൊക്കെ ഒരു ഡേ ഡ്രീമിങ്. അപ്പൊ ആ ഒരു ഡേ ഡ്രീമിങ് നമ്മളിങ്ങനെ ആയിരിക്കും, അപ്പൊ ഞാൻ അന്ന് നല്ല രീതിയിൽ ഒന്ന് പഠിക്കുവാണെങ്കിൽ എനിക്കിത് കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്താൽ ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഡേ ഡ്രീമിങ് മാത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഗോളിലേക്ക് നമുക്ക് എത്തില്ല. സോ അതാണ് ഫാന്റസി ഓർ ഡേ ഡ്രീമിങ്. കുട്ടികൾ ഇത് ചെയ്യും, എപ്പോഴാണെന്നറിയും, അവരെ നമ്മള് വീട്ടിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടാത്ത സമയത്ത് എന്തിലും പാരന്റ്സ് ചീത്ത പറയുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ പാരന്റ്സിൽ നിന്നും ഇവർ പലതും ഹൈഡ് ചെയ്ത് ഇവർ ഈ ഫാന്റസി വേൾഡിലേക്ക് പോകും.
ഇവരെ ഫാന്റസി വേൾഡിൽ നിന്നും റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്നാണ് മറിയ മോണ്ടിസോറി എപ്പോഴും പറയുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നത്, അവരെ റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന എൻവയോൺമെന്റിൽ വളർത്തുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഫാന്റസി ഡേ ഡ്രീമിംഗ് എന്നൊക്കെ അപ് ടു അല്ലെങ്കിൽ വിഡ്രോവൽ എന്ന് പറയുന്ന അപ് ടു സർട്ടൺ എക്സ്റ്റെന്റ് വരെ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫോർ അവർ ഗുഡ്. ബട്ട് അത് ആ ലിമിറ്റും കഴിഞ്ഞ് ഫുൾ ആ ലോകത്തിലേക്ക് പോകുമ്പോഴാണ് പ്രശ്നം. അവിടെ അപ്പൊ കുട്ടി ഇമാജിനേഷൻ നടക്കുന്നില്ല, ക്രിയേറ്റീവ് ആയിട്ട് ഒന്നും ചെയ്യുന്നില്ല, ആ വേൾഡിൽ തന്നെ മുങ്ങിപ്പോകും. പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കുട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ വീട്ടുകാരിൽ നിന്നും ഹൈഡ് ചെയ്യും, വീട്ടുകാർ ചോദിക്കുമ്പോൾ കഥയുണ്ടാക്കി പറയും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ ഇതെല്ലാമാണ്, കുറേ ഉണ്ട് ഡിഫൻസ് മെക്കാനിസം. നമ്മൾ നോക്കുവാണെങ്കിൽ അതില് ചിലതാണ് ഡിസൊല്യൂഷൻ, അത് ബ്രേക്കപ്പ്, അതായത് റിലേഷൻഷിപ്പ് ഒക്കെ ബ്രേക്കപ്പ് ആവുന്നത്. പിന്നെ റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഫാബ്രിക്കേറ്റിംഗ്, എന്തെങ്കിലും വെറുതെ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത്. അത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ചില ബോയ്സിന്റെയും ഗേൾസിന്റെയും റിലേഷൻഷിപ്പില് ലവ് റിലേഷൻഷിപ്പ്, അതിൽ കാണുന്ന ഒരു കാര്യമാണ് ഈ റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുന്നത്. അതായത് ആൺകുട്ടിക്ക് പെൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ എക്സ്പ്രസ് ചെയ്യില്ല. അതിന് പകരം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. കണ്ടിട്ടില്ലേ? ചില മൂവീസിലൊക്കെ കാണാറുണ്ടല്ലോ, ആ ഒരു പെൺകുട്ടിയെ മാത്രം ചിലപ്പോ അവോയ്ഡ് ചെയ്യും, മറ്റുള്ളവരോട് സംസാരിക്കും അവളുടെ മുന്നിൽ വെച്ച്, അവൾക്കൊരു ഫീൽ ആവും, പിന്നെ അവളെ കളിയാക്കും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച്. അങ്ങനെ രീതി ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ നടക്കുന്ന ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള രീതിയായിരിക്കും, റിയാക്ഷൻ ഫോർമേഷൻ ആയിരിക്കും. ഇതൊക്കെയാണ് പല കാര്യങ്ങൾ. പിന്നെ ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യം മാത്രം നോക്കുക, ഓൺ ഇൻട്രസ്റ്റ്, ഓൺ വെൽഫെയർ, സെൽഫ് കൺസേൺ, സെൽഫ് ഇൻട്രസ്റ്റ്, അതെല്ലാം. ഓക്കെ, ഇപ്പൊ ഇത് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ കുറെ കിട്ടും. സിഗ്മണ്ട് ഫ്രോയിഡും ആൻഡ് അദ്ദേഹത്തിന്റെ മകളുമാണ് ഡിഫൻസ് മെക്കാനിസത്തെ പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു മോക്ക് ടെസ്റ്റുകൾ ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ടേം എക്സാം എന്ന് പറഞ്ഞിട്ട് 2 ബാച്ചിന് കൊടുത്ത 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അത് നോക്കുക. മോഡൽ എക്സാമും ഇത്രയും പ്രാക്ടീസ് ചെയ്താൽ ഇതിൽ നിന്ന് മാത്രമാണ് നിങ്ങളുടെ മെയിൻ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. വേറെ കൂടുതലായിട്ടൊന്നും പുറത്തൊന്നും ചോദിക്കില്ല. അപ്പൊ അത് നല്ല രീതിയിൽ നോക്കുക, ടെൻഷനൊന്നും വേണ്ട, നല്ലപോലെ എക്സാംസ് എഴുതുക. എക്സാം നല്ല കോൺഫിഡന്റ് ആയിട്ട് എഴുതുക. ഇനിയിപ്പം സാറ്റർഡേ നമ്മൾ കാണുമല്ലോ, കുറെ പേരൊക്കെ കാണുമല്ലോ. അപ്പൊ എക്സാം നല്ല കോൺഫിഡന്റ് ആയിട്ട് എഴുതുക. ബി ഹാപ്പി, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ദ സപ്പോർട്ട് കേട്ടോ. കാരണം വിത്തൗട്ട് യു പീപ്പിൾ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ പോലെ ഒരു ഗ്രൂപ്പ്, ഓരോ ബാച്ചിന്റെ കാര്യത്തിലും ഞാൻ പറയുവാണെങ്കിൽ എന്നെ കേൾക്കാനായിട്ട് ക്ഷമിച്ചിരിക്കുന്നത് തന്നെയാണ് എന്റെ ഗ്രോത്ത്, എന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. സോ പ്ലീസ്. എങ്കിലും പ്രശ്നമുണ്ടോ? നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യണേന്റെയാന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് ശബ്ദമാണോ? ഇങ്ങനെ എപ്പോഴും കഴിഞ്ഞിട്ട് ഇങ്ങനെ തൊടുന്ന പോലെ. 10:30 ക്ലാസ് തുടങ്ങി, അതിന്റെ ഇൻ ബിറ്റ്വീൻ അരമണിക്കൂർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ മാർക്ക് ലിസ്റ്റ് പെട്ടെന്ന് ഫസ്റ്റ് ബാച്ചിന്റെയും സെക്കൻഡ് ആൻഡ് തേർഡ് ബാച്ചിന്റെയും കൊടുക്കണ്ടേ. അപ്പൊ വൈവ ഉണ്ടായിരുന്നു, 3:30 തുടങ്ങിയിട്ട് 5 മണി വരെ വൈവ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഏകദേശം ഒരു ഐഡിയ പറയാം. വൈവ പറഞ്ഞിരുന്നു 10 മിനിറ്റ്സേ ഉണ്ടാവുള്ളൂ. അപ്പൊ വൈവയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എന്തെല്ലാം വർക്കുകൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം തൊട്ടടുത്ത് വെക്കണം. കാരണം നമ്മുടെ സമയം ആകെ 10 മിനിറ്റ്സേ ഉള്ളൂ. ഈ 10 മിനിറ്റ്സിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ ഏരിയ മുഴുവനും കവർ ചെയ്ത് പോകണം. പ്രാക്ടിക്കൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചിങ് പ്രാക്ടീസ് എന്നുള്ള ഒരു ഏരിയ വരും. അപ്പൊ ടെൻഷൻ വേണ്ട, ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവരുണ്ടാകും, അവരെ ജസ്റ്റ് ഒരു വിർച്വലി വന്ന ടീച്ചിങ് പ്രാക്ടീസിലൂടെ കൊണ്ടുപോകും. മുന്നിൽ കുഞ്ഞുങ്ങളുണ്ട്, അവർക്കൊരു ഹെൽത്തി ഹാബിറ്റ്സ് ടൈപ്പ് റൈം പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് ആൽഫബറ്റിക്കൽ സോങ്സിലൂടെ ആൽഫബറ്റ്സ് ഫെമിനറൈസ് ചെയ്യിക്കും, അല്ലെങ്കിൽ നമ്പർ സോങ്ങിലൂടെ, അങ്ങനെ കാര്യം, അല്ലെങ്കിൽ ഒരു സ്റ്റോറി നറേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ അതുപോലെ കുട്ടികളാണ് ഫ്രണ്ടിൽ എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്താൽ മതി. കാരണം കൊച്ചു കുട്ടികളെ പഠിപ്പിക്കാൻ പോവല്ലേ, അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ പ്രസന്റ് ചെയ്യണം. അപ്പൊ അതാണ് ഫസ്റ്റ് സെഷനായ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. പിന്നെയുള്ളത് റെക്കോർഡ്സ് ഉണ്ട് നമുക്ക് 5. ഞാൻ കാണിക്കാൻ ഒന്നും പറയില്ല, റെക്കോർഡ് എല്ലാം ചെയ്തു എന്ന് ചോദിക്കും. എസ് എന്ന് പറഞ്ഞാൽ ഞാനത് ആക്സെപ്റ്റ് ചെയ്യും. ചിലപ്പോൾ ഞാൻ ചോദിക്കും അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സ്റ്റോറിയുടെ കണ്ടന്റ് ഒന്ന് ബ്രീഫ് ചെയ്യാമോ, അല്ലെങ്കിൽ കിഡ്സ് ആക്ടിവിറ്റി ബുക്കിൽ ചെയ്ത ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി പറയാമോ. അപ്പൊ ചിലര് കാണിക്കും തരട്ടോ, വരച്ചു വെച്ചതൊക്കെ കാണിച്ചു തരും. കാണുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും, നിറയെ എല്ലാം ചെയ്തിട്ടുണ്ടാവും. പിന്നെയുള്ളത് റിപ്പോർട്ട്സ് ആൻഡ് അസൈൻമെന്റ് എന്നുള്ള സെഷനാണ്. റിപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സർവേ ആണ്.
സർവേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ 5 മാർക്സ് അവിടെ കൊടുക്കും. അസൈൻമെന്റിനാണ് ബാക്കി 5 മാർക്ക്. ഇനി ഞാൻ സർവേ ചെയ്തിട്ടില്ല എന്നോർത്ത് ടെൻഷൻ വേണ്ട. എക്സാമിന് ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആ സർവേയെ കുറിച്ച് നിങ്ങൾക്ക് പേഴ്സണലി നല്ല രീതിയിൽ അഭിപ്രായം പറയാൻ പറ്റുവാണെങ്കിൽ അവിടെ ഞാൻ മാർക്ക് തരും. പക്ഷെ ഞാൻ റിക്വസ്റ്റ് ചെയ്യും, നല്ലൊരു ടോപ്പിക്കാണ്, സർവേ ചെയ്തൊരു റിപ്പോർട്ടാക്കി വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ചില സ്കൂളുകാര് നിങ്ങൾ എന്തെല്ലാം ചെയ്തു അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ് നോക്കുമ്പോൾ റിപ്പോർട്ട് എന്ന് കാണുന്നു. എന്ത് റിപ്പോർട്ടാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് എടുത്ത് കാണിക്കാൻ പറ്റണമല്ലോ. അതുകൊണ്ടാണ് ചെയ്യണം എന്ന് പറയുന്നത്. വൈവേല് ഞാൻ അത്ര കഷ്ടപ്പെടുത്തില്ല, ചെയ്തില്ല എന്ന് വെച്ചിട്ട്. പക്ഷെ അത് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ നല്ലതാണ്. അപ്പൊ അതിനവിടെ എല്ലാം 10 മാർക്കിൽ ഇട്ടിട്ട് മാർക്ക് ലിസ്റ്റിലേക്ക് 100ലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അപ്പാരറ്റസ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്രാക്ടിക്കൽ സെഷൻ ടീച്ചേഴ്സ് ചെയ്തു. അശ്വതി മിസ്സും അപർണ മിസ്സും ചെയ്തു. അപ്പൊ മെറ്റീരിയൽസ് കുറെയൊക്കെ മനസ്സിലായി. പിന്നെ റെക്കോർഡിൽ അതിന്റെ ഡീറ്റെയിൽസും എഴുതി. ഇനി നേരിട്ട് വരുമ്പോഴും കാണുന്നുണ്ട് അല്ലെ. അപ്പൊ മെറ്റീരിയൽസ് എല്ലാം മനസ്സിലാക്കും. അപ്പൊ ചോദിക്കും, ആ ഏതെങ്കിലും 1-2 മെറ്റീരിയൽസിനെ കുറിച്ച് ചോദിക്കും. പിന്നെ വരാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ട് വരുന്നവർ ചെയ്യേണ്ട ഒരു കാര്യം, ഓരോ മെറ്റീരിയൽസിന്റെ ആക്ടിവിറ്റി ചെയ്യുന്നത് ഷോർട്ട് വീഡിയോ ആക്കിയിട്ട് അവർക്ക് നിങ്ങളുടെ പേഴ്സണൽ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുക. അപ്പൊ അവർക്ക് മനസ്സിലാവും. നിങ്ങൾ ചെയ്ത് കാണുമ്പോൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെയുള്ളത് ലാസ്റ്റ് സെഷൻ വരുന്നത് ടീച്ചിങ് എയ്ഡ്സ് അല്ലെങ്കിൽ ടീച്ചിങ് മെറ്റീരിയൽസ് ഒക്കെ ഇല്ലേ, നമ്മൾ കുറെ ഒക്കെ ചെയ്തു വെച്ചിട്ടില്ലേ. പിങ്ക് ടവർ ചെയ്തു അപർണ മിസ് പറഞ്ഞിട്ട്. പിന്നെ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ഒരു 5 മാർക്സ് കൊടുക്കാൻ എനിക്ക് ഒരു മടിയില്ല. ബാക്കിയുള്ള മെറ്റീരിയൽസിനായിരിക്കും ബാക്കി കൊടുക്കുന്നത്. അപ്പൊ ആ രീതിയിലാണ് മാർക്ക് ഡിവൈഡ് ചെയ്യുന്നത്. ആർക്കും അങ്ങനെ കുറവ് മാർക്കൊന്നുമില്ല. പിന്നെ ഒന്നും ചെയ്യാതെ വരുമ്പോൾ ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് പരിഗണിക്കണമല്ലോ. അപ്പോഴാണ് മാർക്കിന്റെ ആ ഒരു വേരിയേഷൻ വരുള്ളൂ. അല്ലാതെ വൈവ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. ഏറ്റവും ആദ്യം ചെയ്തതങ്ങ് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നിങ്ങളുടെ ബാച്ച് ഉണ്ടെന്ന് തോന്നുന്നു ഒരു 150ഓളം പേര്. അപ്പൊ ഞങ്ങള് 3 ടീച്ചേഴ്സ് ഇരുന്ന് ഈ ഇത്രയും പേരെ വേഗം തീർക്കണം. അപ്പോഴല്ലേ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും തരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ കുറച്ച് സ്ട്രെയിൻ ഉണ്ട് 2-3 ദിവസമായിട്ട് ഈ ശബ്ദം. അതാണ് അല്ലാണ്ട് അത് മാറും. അതിപ്പോ ഒരു ദിവസം ഞാനൊന്നൊരു ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്താൽ മാറാവുന്നതായിരുന്നു. ഓക്കെ. അപ്പൊ എക്സാം പറ്റുവാണെങ്കിൽ എക്സാം ടൈമിൽ ഞാൻ ഒന്ന് ജോയിൻ ആവാം. അല്ലെങ്കിൽ ഹാപ്പി ആയിട്ട് റിലാക്സ് ചെയ്ത് എക്സാം എഴുതും. ഓക്കെ ഓക്കെ ഫൈൻ. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. 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 ടീച്ചറെ ഒരു എന്തോ കാര്യം question ചോദിക്കാനുണ്ട്. ചോദിക്കൂ. ചോദിച്ചോളൂ. ഇല്ലല്ലോ. ഹലോ, ചോദിക്കൂ, എനിക്ക് കേൾക്കാം. കേൾക്കാമോ ടീച്ചറെ? കേൾക്കാം. അതെ, പ്രാക്ടിക്കലിന് വരാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിലിരുന്ന് അത് കാണിച്ചാലും മതിയാവോ? പ്രാക്ടിക്കലിന് വരാൻ പറ്റില്ല. എനിക്ക് മനസ്സിലായില്ല. വീട്ടിലിരുന്ന് അല്ല, ഓൺലൈനിലെ മറ്റു മെറ്റീരിയൽസ് സാധനങ്ങൾ പ്രാക്ടിക്കൽ എങ്ങനെയാണ് എക്സാം? ടീച്ചർ പറഞ്ഞില്ലേ ശനിയാഴ്ച പ്രാക്ടിക്കൽ എക്സാം അല്ല. നമ്മളുടെ മോണ്ടിസോറി പ്രസന്റേഷൻ വരുന്നതായിട്ട് പറ്റില്ല. ഇല്ല. വൈവ എന്ന് പറയുന്നത് ഓൺലൈനായിട്ട്. ഓൺലൈനില്. അപ്പൊ അവിടെ വന്ന് ഒന്നും ചെയ്യണ്ട. വേണ്ട. 10 മിനിറ്റ് അത് ഓരോരുത്തരും. അപ്പൊ ഇപ്പൊ പ്രാക്ടിക്കൽ ശനിയാഴ്ച അപ്പൊ എത്ര മണിക്കാണ്? അത് 9:30 സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. 9:30 രാവിലെ. അപ്പൊ അത് എങ്ങനെയാണ് ടീച്ചർ അതിന്റെ ഇത്? അത് എല്ലാരും അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടില്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അവിടെ വരാനായിട്ട് പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ്? വരാനായിട്ട് കുഴപ്പമില്ല. കാരണം സാധനങ്ങൾ നമ്മൾ ക്ലാസ്സിൽ കാണിച്ചു.
നേരിട്ട് വരുവാണെങ്കിൽ ചെയ്തു നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ആകും. അപ്പൊ ഇയാളെ മോളെ ഒറ്റയ്ക്ക് വിടാനായിട്ട് പറ്റില്ല. ഇവിടെ അച്ഛൻ കിടപ്പാണ്, അപ്പൂപ്പൻ. അപ്പൊ ഇവിടെ ആരും ഇല്ലാതെ എനിക്കും പോരാൻ പറ്റില്ല കൂടെ. കുഴപ്പമില്ല, ഓൺലൈൻ ഉണ്ട് മെറ്റീരിയൽസ്. അപ്പൊ അതിന്റെ അകത്ത് വെച്ചിട്ട് കാണിച്ചാലും മതിയല്ലോ. വൈവയ്ക്ക് വരുമ്പോഴാണ് കാണിക്കണത്. സെഷൻ നമ്മൾ ക്ലാസ് ആയിരിക്കും. ക്ലാസ് അത് നമ്മൾ ഓൺലൈനിൽ കാണിച്ചതാണ്. വരുമ്പോൾ നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു ടീച്ചർ. ഓക്കെ. താങ്ക് യു മിസ്.